ഞാനെപ്പോഴും പറയും 5-8 മക്കളുള്ള മാതാപിതാക്കൾ 8 മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി. 8 മക്കളെ അവർ തന്നെ വളർത്തിയത്. അതെ, ഇന്നത്തെ കാലമല്ല പണ്ട്. 5 മക്കളും 8 മക്കളും 10 മക്കളും ഉള്ള അപ്പനും അമ്മയൊക്കെ ആ പിള്ളേരെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ സ്വന്തം വീട്ടിൽ നിർത്തി അവരെ വളർത്തി. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ മക്കൾക്ക് ഇപ്പം നല്ല ചുറ്റുപാടായി. അമേരിക്കയിലും കാനഡയിലും പേർഷ്യയിലും ഒക്കെ ആയി. മക്കളും കൊച്ചുമക്കളും ചുറ്റുപാടും ചെറ്റപ്പര ഇരുന്നിടത്തൊക്കെ നല്ല വീടുകളൊക്കെ വെച്ചു. കാറായി. അന്ന് കാളവണ്ടി പോലും ഇല്ല. ഇപ്പം കാറ്, BMW, ഓടി, അതൊക്കെ നല്ല കാര്യമാട്ടെ. ഇതെല്ലാം ആയിപ്പോൾ 8 മക്കൾ ഇപ്പം അപ്പനെ അമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 8 മക്കളെ അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയില്ല. 8 എണ്ണത്തിന് അവർ, നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലേ? ബാഗോട് ഞാനൊന്നും പിടി കിട്ടുന്നില്ലേ? സ്തോത്രം അല്ലേ? അവരങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയില്ലല്ലോ. എന്നാൽ 8 എണ്ണം ഉണ്ട്. 2 എണ്ണത്തിന് അപ്പുറം കൊടുക്കാം, 1 എണ്ണത്തിന് അങ്ങേ വീട്ടിൽ കൊടുക്കാം. ഒന്നിനെ എന്തുവാ 2 പേരും എന്ന് പറയുന്നത്? ഏതാണ്ട് പറഞ്ഞ് എന്തുവാന്നോ എന്തുവാ പറഞ്ഞേ? അന്വേഷിക്കുകയല്ലെന്നാന്നോ അന്വേഷിച്ചെന്നാന്നോ? അപ്പനും അമ്മയും 8 പേരെ എങ്ങും വിട്ടില്ല. ഇപ്പം മക്കൾക്ക് ചുറ്റുപാടും വീടും സമ്പത്തുമാക്കിയപ്പോൾ 8 പേരും അപ്പനെയും അമ്മയും നോക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തള്ള. അവൻ നോക്കട്ടെ, അവള് നോക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുകയായിരുന്നു അയാൾക്ക് വയ്യാതെ എവിടെങ്ങാനും കിടന്നാൽ മതിയായിരുന്നു, വരേണ്ട ഒരു കാര്യവും ഇയാളെ പൊക്കിക്കൊണ്ട് ഏതവനാ വന്നെന്നായിരിക്കും. യോഹന്നാൻ യേശുവിനെ നന്നായിട്ട് സ്നേഹിച്ചു. ആ സ്നേഹിച്ച ശിഷ്യനെ ആ കർത്താവ് ഭരമേൽപ്പിച്ച്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അങ്ങ് ഭാഗം വിട്ടേക്കാം. വിഷയം അതല്ലാത്തത് കൊണ്ടാണ്. മനുഷ്യന് ബലഹീനതകളും പോഷത്വങ്ങളും ഒക്കെ വരാം. കർത്താവിനെ സ്നേഹിച്ചതാ, കർത്താവ് സ്നേഹിച്ചതാ, മാറോട് ചേർന്നിരുന്നതാ, ക്രൂശിൻ്റെ ചുവട്ടിലും ഉണ്ടായിരുന്നു. എന്നാലും മനുഷ്യനല്ലേ, പോരായ്മകളും പോഷത്വങ്ങളും വരാം. അതുകൊണ്ടാണ് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഇവർ വീണ്ടും മീൻ പിടിക്കാൻ പോയി. പോകരുതായിരുന്നു, പക്ഷേ യോഹന്നാനും ആ കൂടെ ഉണ്ടെന്നുള്ളതാണ്. വായിച്ച 21-ാം അധ്യായത്തിൻ്റെ 1-2. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1-2 നമുക്കറിവുള്ള വാക്യമാണ്. അതിന്റെ ശേഷം യേശു പിന്നെയും തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. വായിച്ചോ. ശിമോൻ പത്രോസ്, ദിദിമോസ് എന്ന തോമസും, ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും, ഗലീലയിലുള്ള കാനാവിലെ നദനിയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേര്. അപ്പൊ എത്ര പേരായി? എണ്ണയില്ലായിരിക്കും. എത്രയാ? 7 പേര്. 7 പേര്. കുനിഞ്ഞു കിടന്ന് എണ്ണുക. ഇങ്ങോട്ട് നോക്ക്. 7 പേര്. ശിമോൻ പത്രോസ്, ദിദിമോസ് എന്ന തോമാസ്, നഥനയേല്, സെബദിപുത്രന്മാർ 2 പേര്, മറ്റ് 2 ശിഷ്യന്മാർ. മൊത്തം 7. അടുത്തത് ശിമോൻ പത്രോസ് അവരോട്. അപ്പൊ ശ്രദ്ധിച്ചേ, 7 പേര്. ഇവർ 7 പേരോട് കൂടി. ഇത് ഞാനിങ്ങനെ പറഞ്ഞ പിന്മാറ്റക്കാരുടെ യോഗമാണ്. പിന്മാറ്റക്കാരുടെ അങ്ങനെ യോഗം നടത്തുന്നവരുണ്ട്. സഭയുടെ യോഗത്തിന് വരികയല്ല, ഇവർ വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ അവിടെ കൂടും. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരികയല്ല, സഭായത്തിന് സമയത്ത് വരികയല്ല, വന്നാലും ഗുണമാകുകയല്ല. ഇതിനിടയ്ക്ക് ഇവന്മാർ 5-6 പേര് എവിടെയും എല്ലാം അനുഭവിച്ച് വെച്ചിരിക്കുന്ന അവർക്ക് മനസ്സിലായി. സഭയുടെ ചുമതല ഇരിക്കുന്നവരല്ലയോ, അവർക്കറിയാം. ഭാഷ പരാലേഖനം പറയേണ്ട ഇത് തന്നെ പറഞ്ഞാൽ മതി എന്നായിരിക്കും. അപ്പോൾ 7 പേര്, 7 പിന്മാറ്റമാണ്. അപ്പൊ ഈ പിന്മാറ്റത്തിന്റെ ലീഡർ പത്രോച്ചന. ലീഡർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, പിന്നെ ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങളും വരുവാന്ന് പറഞ്ഞു. 7 എണ്ണം കൂടെ മീൻ പിടിക്കാൻ പോയി. പക്ഷെ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അടുത്ത വാക്യം വായിച്ചോ കർത്തദാസനെ. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു.
യേശു ആകുന്നെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു ആകുന്നെന്ന് ശിഷ്യന്മാര് അറിഞ്ഞില്ല. 3 വർഷം കൂടെ നടന്നതാ. പത്രോസൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിർമ്മിത കഥയൊന്നും പറയല്ല, മഹിമ കണ്ട. പക്ഷെ ഇപ്പൊ പിടികിട്ടുന്നില്ല. അടുത്തത്, യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അടുത്തത്, ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നവൻ അവരോട് പറഞ്ഞു. അടുത്തത്, അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി. അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. അടുത്തത്, യേശു സ്നേഹിച്ച ഇങ്ങോട്ട് നോക്കിയ ഒരു കാര്യം പറയാം. 7 പേരും പിന്മാറ്റക്കാരായ 7 പേരും മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പുലർച്ചയ്ക്ക് യേശു കടൽ തീരത്ത് വന്നിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. വലത്തുവശത്ത് വീശാൻ പറഞ്ഞു. വലിയ പെരുത്ത മീൻകൂട്ടം കിട്ടി. അപ്പൊ ഇത്രയും കണ്ടപ്പം സ്നേഹിച്ച ശിഷ്യന്റെ കാര്യം പിടികിട്ടി. അടുത്ത വാക്യം, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അത് കർത്താവാണ് പറഞ്ഞു. മറ്റാറ് പേർക്കും മനസ്സിലായില്ല. അതാ സ്നേഹിക്കുന്നവർക്ക് അറിയാം, ഇല്ലേ? ഭാര്യയും ഭർത്താവും കുടുംബജീവിതം നയിക്കുക. ഇപ്പോഴത്തെ രീതി ഇപ്പൊ കാറേ വരികയും പോവുകയും ചെയ്യുന്നതുകൊണ്ട് അത്ര തിട്ടമല്ല. പണ്ടൊക്കെ അപ്പച്ചന്മാരൊക്കെ പോയാൽ രാത്രി നടന്നാ വരുന്നേ. നടന്നിങ്ങോട്ട് കയറുമ്പോൾ കുത്തുകല്ലേലെ കാലൊന്ന് കുത്തുമ്പോഴേ അമ്മ പറയും, എടി ഇച്ചായം വന്ന് കഥ തുറക്കാൻ, ഇല്ലേ? ഇപ്പൊ ഇച്ചായം വന്ന് കുത്തിയാൽ പോലും അറിയുകയില്ല. പണ്ടങ്ങനെ ആ കാൽ പെരുമാറ്റം കേൾക്കുമ്പം അറിയാം. അടുക്കളയിലിരുന്ന് അമ്മ പറയും, ആണ്ട് അച്ചായം വന്നെന്ന്. അമ്മ എങ്ങനെ എവിടെ ഇരുന്ന് അക്ക വന്ന് നീ പോയി കഥ തുറക്ക്, ഇല്ലേ? എന്തേലും പറ. ഇപ്പം അച്ചായം വന്ന് പെരക്കി വിട്ടും നടന്ന് ജനലയിലിടിച്ച് ബെല്ലടിച്ച് കിറന്ന് വെച്ച് നിൽക്കുക. ആരറിയാനാ? അവസാനം പുള്ളി അവിടെ കുറേ നേരം ഇരുന്ന്. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായി പോയി. പണ്ട് കാലത്ത് അമ്മമാരങ്ങനെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാ. പ്രായമുള്ള അപ്പൻ ജോലിക്ക് പോയാൽ ചിലപ്പോൾ വണ്ടിയൊന്നുമില്ല, താമസിച്ചാണ് വരുന്നത്. അപ്പം അമ്മ സന്ധ്യയാകുമ്പം ജോലിയെല്ലാം ഒതുക്കി അമ്മയും മക്കളും ക്രൈസ്തവരാണെങ്കിൽ ഹൈന്ദവരാണെ നാമം ജപിക്കും, ക്രൈസ്തവരാണെ പാട്ട് പാടി പ്രാർത്ഥിക്കും. സന്ധ്യയ്ക്ക് പാട്ടും പ്രാർത്ഥന കഴിഞ്ഞ് പഠിക്കാൻ വല്ലതും ഉണ്ടേ പഠിച്ചേച്ച് കുഞ്ഞുങ്ങൾക്ക് ആഹാരം വിളമ്പും. ആഹാരം വിളമ്പുന്നതിന് മുന്നേ അമ്മ ആദ്യം വിളമ്പി അപ്പന് മാറ്റി വെക്കും, ഇല്ലേ? ആദ്യം വിളമ്പുന്നതിനകത്തൊക്കെ ഉണ്ട്. അന്നൊക്കെ വസ്തി എന്നാ പറയുന്നത്. ഇവിടെ എങ്ങനെയാ പറയുന്നതെന്ന് അറിയത്തില്ല. വസ്തി എസ്തേറിന്റെ പുസ്തകത്തിലേ അല്ല, അത് പരുവക്കേടായി പോയി. അപ്പം വസ്തിക്കകത്തായി വിളമ്പുമ്പം പഴയ അമ്മമാരോട് ചോദിച്ചാൽ അറിയാം. വിളമ്പി വെച്ചാൽ ചിരട്ടത്തവയ്ക്ക് ഒരു അമുക്കൊക്കെ ഉണ്ട് 4 വശത്തും, ഇല്ലേ? ഈ പെണ്ണുങ്ങളൊന്നും ആർക്കും കൊടുക്കുന്നതല്ലെന്ന്. വിളമ്പുകയില്ല, കൊടുക്കുകയില്ല. വിളമ്പി വെച്ചൊന്ന് ചിരട്ടത്തവി അതുകൊണ്ട് ഒതുക്കും. ഞങ്ങളുടെ നാട്ടിലെ രീതി വെച്ചാൽ ഇവിടുത്തെ രീതി ഈ ചെറിയ കോപ്പച്ചട്ടിയുണ്ട്, കുപ്പിക്കോപ്പ. അവിടെ അങ്ങനെ പറയുന്നത്. ഇവിടെ എന്തോ ആ പേരെന്ന് അറിയത്തില്ല. അത് കുണ്ടറാനാ സാധാരണ കിട്ടുന്നത്. അതിന് മേളിൽ ഒരു ഡിസൈൻ ഉണ്ട് പച്ച കളറിലെ. അവിടെ ഞാൻ കണ്ടിട്ടില്ലേ? അപ്പം ഒത്തിരി കൂട്ടാനൊന്നും മിക്ക വീട്ടിലും കാണുകയല്ല. ഒരു കൂട്ടാനേ കാണുള്ളൂ. അത് അതിനകത്ത് ആ ചോറിൻ്റെ നടുക്കൂട്ടൊന്ന് അമുക്കി വെക്കും. വെച്ചാൽ കൂട്ടാനുമൊക്കെ വെച്ചത് മൂടി ഉറിയിലായിരിക്കും വെക്കുന്നത്. ഉറി ഇപ്പോഴല്ലേ ഫ്രിഡ്ജും ഒക്കെ ആയത്. ഉറി എന്നാന്നറിയാമോ മോളെ? ഉറി എന്നാന്ന്? കറി എന്നാന്നറിയാവോ? കറി കുറി അറിയാൻ മേല, കറി അറിയാം. തെറി അറിയാവോ? അതറിയാം. അപ്പം അന്ന് ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. എന്നിട്ട് മക്കളെല്ലാം കഴിച്ച് കിടന്നുറങ്ങും. അമ്മ ഉറങ്ങുകയല്ല. റാന്തലിൻ്റെ തിരി താത്തി അല്ലേ മണ്ണെണ്ണ വിളക്കാനെ തിരി താത്തി അവിടെ ഇരിക്കും. അപ്പൻ്റെ കാൽ പെരുമാറ്റം കേൾക്കുമ്പോൾ എഴുന്നേക്കും. കാലും മുഖവും കഴുകിയല്ലേ കുളിച്ച് വന്ന് കഴിയുമ്പോൾ ഉറിയുന്നതെടുത്ത് ചിലപ്പോൾ താഴെ ആയിരിക്കും. എല്ലാവർക്കും വലിയ സാഹചര്യമൊന്നുമല്ലല്ലോ അന്ന്. അടുത്തിരുന്നത് വിളമ്പി കൊടുക്കും. അന്നേരം ചില അമ്മമാർ പറയും മുഖമെല്ലാം വല്ലാതിരിക്കുന്നു, ഉച്ചയ്ക്ക് കഴിച്ചില്ലെന്ന്, കണ്ണുമെല്ലാം കുഞ്ഞ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിക്കാതെയും കുടിക്കാതെ. പണ്ടൊക്കെ അങ്ങനെ. ഇത് കേൾക്കുമ്പോൾ തന്നെ അവറാച്ചനെ നിറയും. എന്നാലും അടുത്തിരുന്ന് അപ്പം അവറാച്ചൻ ചോദിക്കും, നീ കഴിച്ചോ?
ഞാൻ കഴിച്ചോളാം, ഇച്ചായം കഴിക്കേ, അണ്ട ആ മീൻ കഷണവും കൂടെ എടുക്കുക. അങ്ങനെയൊക്കെ അടുത്തിരുന്ന് ഇതൊക്കെ കേൾക്കുന്നത് തന്നെ ഒരു സുഖമാണ്. അങ്ങനല്ലേ പറ. അപ്പം അടുത്തിരുന്ന് അപ്പം അവറാച്ചനും അങ്ങനെ അത് മൊത്തം കഴിക്കുകയല്ല. ഇന്നത്തെ അവറാച്ച മൊത്തം കഴിച്ചു പിന്നെ ഇരിക്കും, ഇനി ഉണ്ടോ എന്ന്. അന്നത്തെ അവറാച്ചനും അങ്ങനെ മൊത്തം കഴിക്കില്ല. കഴിക്കുന്നതിനൊക്കെ വൃത്തിയുണ്ട് കേട്ടോ. ആ വസ്തുയുടെ ഒരു ഭാഗത്ത് ഇല്ലേ? പറ, നിങ്ങൾ പറ, സഹോദരന്മാർ പറ. ഇപ്പം ചിലത് കഴിച്ചാൽ അതിൻ്റെ പാത്രത്തിൽ പോലും തൊടാനൊക്കെ ഇതുപോലെ വീറും വൃത്തിയില്ലാത്ത കഴിപ്പ്. ഞാൻ തമാശ പറഞ്ഞതല്ല, തൊടാനൊക്കത്തില്ല, നമുക്ക് അറപ്പാ. ആ സൈഡിൽ ഇച്ചിരി വെക്കും, അത് പ്രതീക്ഷിച്ചാ കുഞ്ഞമ്മ ഇരിക്കുന്നത്. ചിലപ്പം വയറ് നിറയാൻ കാണത്തില്ല, 2 ഉരുളക്കേ കാണുകയുള്ളൂ, പക്ഷെ മതി, അത് തൃപ്തിയാണ്. അതൊക്കെ ഒരു ഭദ്രതയാണ് കേട്ടോ. അതൊന്നും പറഞ്ഞാൽ ഇപ്പോൾ ഏക്കുകയില്ല. ഇത് പറയാനാണോ താൻ ഇങ്ങോട്ട് വന്നെന്ന് ഇപ്പം വേണേൽ ചോദിക്കും. സ്തോത്രം. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം, നമ്മുടെ വിഷയത്തിലേക്ക്. സ്നേഹിക്കുക. യേശു സ്നേഹിച്ച ശിഷ്യൻ. സ്നേഹിക്കുന്നവർക്ക് അറിയാം ആരാന്ന്. യേശുവിന് മനസ്സിലായി യോഹന്നാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ തെളിവ്, സ്നേഹിച്ചതിൻ്റെ തെളിവാ ക്രൂശിൻ്റെ ചുവട്ടിലുമുണ്ട്, ഇട്ടേച്ച് പോയില്ല. അതുകൊണ്ട് കർത്താവ് അമ്മയെ ഭരമേൽപ്പിച്ചു. സ്നേഹത്തിൻ്റെ തെളിവാ. 6 പേർക്കും പിടികിട്ടില്ല യേശുവാന്ന്, പക്ഷെ യോഹന്നാന് പിടികിട്ടി. പത്രോസിനോട് പറഞ്ഞ് കർത്താവാന്ന് പറഞ്ഞു. പിന്നെ പുള്ളിയെടുത്ത് ചാടിയ കാര്യമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഇതൊക്കെ പരുവക്കേടാ. സ്തോത്രം, നിങ്ങൾക്കറിയാമല്ലോ. എന്തായാലും കൊള്ളാം, യേശുവിനെ സ്നേഹിക്കുക. യേശു നമ്മെ സ്നേഹിച്ചു. അഴമരായ്വതിൽ ആരറിവോ, 1000 ഉണ്ടെന്നും ഞാനിതു ചൊൽവതിന. ഏതു മരം ഉരച്ചിടുവാൻ പരിധിലാർക്കുള്ളൂ. ഏതു മരം ഉരച്ചിടുവാൻ പരിധിലാർക്കുള്ളൂ. സ്നേഹമിതാൽചര്യമേ ഓ അതിശയമേ, ഓ അതിശയമേ. ശോണിതാലേ ഞാനെന്നു പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ശോണിതാലേ ഞാനെന്നു പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ഇന്ന് രാത്രി ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കട്ടെ. നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോൾ പുതിയ നിയമത്തിലെ കൂടുതൽ ലേഖനം പൗലോസ് എഴുതി. 5 പുസ്തകം, 3 ലേഖനവും 2 ഒരു സുവിശേഷ പുസ്തകവും വെളിപ്പാട് പുസ്തകവും യോഹന്നാനെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചു. മറ്റുള്ളവരെല്ലാം ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ് എഴുതിയത്. യൂദ ഒരു ലേഖനം എഴുതി, യാക്കോബ് ഒരു ലേഖനം എഴുതി. പൗലോസ് 14 ലേഖനമാണ് എഴുതിയത്. മത്തായി ഒരു സുവിശേഷം എഴുതി. ലൂക്കോസ് 2 പുസ്തകം, 2 ചരിത്രമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ ചരിത്രവും അപ്പോസ്തല പ്രവൃത്തി സഭയുടെ ചരിത്രവും. മർക്കോസും ഒരു സുവിശേഷ പുസ്തകം എഴുതി. പക്ഷെ യോഹന്നാൻ വ്യത്യസ്തനാണ്. നന്നായിട്ട് കർത്താവിനെ സ്നേഹിച്ചു. അതുകൊണ്ട് യോഹന്നാനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ച കണ്ടോ, ഒരു സുവിശേഷ പുസ്തകം എഴുതിച്ചു, 3 ലേഖനങ്ങൾ എഴുതിപ്പിച്ചു, ഒരു വെളിപ്പാട് പുസ്തകം എഴുതിപ്പിച്ചു. മറ്റുള്ളവർക്ക് വെളിപ്പെടാത്തതും മനസ്സിലാകാത്തതെല്ലാം ദൈവം വെളിപ്പെടുത്തും. ഒരു കാര്യം പറഞ്ഞാൽ പാകം വിടാം. അതുകൊണ്ട് യോഹന്നാൻ ഉണ്ടായ വിശേഷത എന്താണെന്നറിയാമോ? സുവിശേഷവും എഴുതി, 3 ലേഖനവും എഴുതി, വെളിപ്പാട് പുസ്തകം എഴുതി. മറ്റുള്ളവർക്ക് ലഭിക്കാത്തത് യോഹന്നാന് കിട്ടി. നിങ്ങൾ ആ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ച്, കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചാൽ, അടുത്ത് സ്നേഹിച്ചാൽ, അവിടുത്തെ ഹിതം പോലെ പോയാൽ ഉള്ള വിശേഷത ഒരു കാര്യം പറയാം. ഒത്തിരി ഉണ്ടോ എന്ന് പറഞ്ഞങ്ങ് വിടാം. വെളിപ്പാട് 4-ന്റെ 1-2. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്തതാ കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. മറ്റാരോടും പറഞ്ഞില്ല ഇവിടെ കയറി വരാൻ. യോഹന്നാനോട് മാത്രമാ കർത്താവ് പറഞ്ഞു കയറി വരാൻ. സ്തോത്രം.
മറ്റപ്പോസ്തലന്മാരാരോടും പറഞ്ഞില്ല. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അതും പുള്ളി പറഞ്ഞിരിക്കുന്ന ശരീരത്തോടോ ശരീരം കൂടാതെയോ അത് ഞാൻ അറിയുന്നില്ല, കർത്താവ് അറിയുന്നു. പക്ഷേ കൂടുതൽ സ്നേഹിച്ച് മാറോട് ചേർന്നിരുന്ന് ആമൻ കർത്താവിനെ നന്നായി അനുഭവിച്ച് രുചിച്ച യോഹന്നാൻ പറഞ്ഞു ഇനി കയറി വരാൻ പറഞ്ഞു. ഇനി കയറി വരാൻ. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, കർത്താവിനെ സ്നേഹിച്ചാൽ, കൂടുതൽ അനുഭവിച്ചാൽ, രുചിച്ചാൽ, നന്നായി സ്നേഹിച്ചാൽ അനേകർക്ക് ലഭിക്കാത്തതും കിട്ടാത്തതും ദൈവം നമുക്ക് തരും. പ്രത്യേക അനുഭവങ്ങളിൽ കൂടി കാര്യം ദൈവം നിന്നെ നടത്തുന്നത്. അതുകൊണ്ട് ആ കർത്താവിനെ ഉണ്മയോടെ സേവിപ്പാൻ, സ്നേഹിപ്പാൻ ദൈവം ഏവർക്കും കൃപ നൽകട്ടെ. വായിച്ച തിരുവെഴുത്തിലേക്ക് നമുക്ക് വരാം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. ഞാൻ ഓർപ്പിച്ചില്ല, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങളാണ്. ആ ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാ. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ഈ 3 ലേഖനം തർജ്ജന ലേഖനമാകാൻ കാരണം 3 പെശകിനെതിരെയുള്ള ലേഖനമാ. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഗലാത്യ ലേഖനം ഉപദേശ പെശകിനെതിരെയും, കൊരിന്ത് ലേഖനം ജീവിത പെശകിനെതിരെയും, എബ്രായ ലേഖനം വിശ്വാസത്തിൽ പെശക് സംഭവിച്ചവരെ ഉറപ്പിക്കാൻ. അതിൽ എബ്രായ ലേഖനമാ ഇന്ന് രാത്രി നമ്മൾ കുറുവാക്യമായിട്ട് വായിച്ചത്. ഓർപ്പിച്ചല്ലോ, എബ്രായ ലേഖനം പൗലോസ് എഴുതിയത് അല്ലെന്ന് വാദിക്കുന്ന ഷണ്ഡിക്കുന്നവരുണ്ട്. എന്നാൽ എബ്രായ ലേഖനം നന്നായി പഠിച്ചാൽ, ധ്യാനിച്ചാൽ, ഇത് ആമനെ മനസ്സിലാക്കിയാൽ ഇത് പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. കാരണം ഇതിലെ അധ്യായത്തിലെ ഘടനകൾ, പ്രയോഗങ്ങൾ, ആമൻ പഴയ നിയമ പ്രവചന പുസ്തകത്തിലെ പ്രവചന സൂക്തങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രയോഗങ്ങളെ, ശൈലികളൊക്കെ പഠിച്ചാൽ ന്യായപ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യമില്ലാത്ത ഒരുവന് എബ്രായ ലേഖനം എഴുതുവാൻ അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഹില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയേലിന്റെ പാറപിടത്തിൽ ഇരുന്ന് ന്യായപ്രമാണത്തിന്റെ എല്ലാ വശങ്ങളും സസൂക്ഷ്മം പഠിച്ച ധന്യനായ പൗലോസാണ് എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നമ്മൾ വായിച്ച കുറുവാക്യം, ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. ആമേ ഓടിച്ചൊന്ന് 2 കാര്യം പറഞ്ഞ് ഭാഗത്തേക്ക് വരാം. ഓർപ്പിച്ചല്ലോ, എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്, വളരെ നല്ലത്, ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത അങ്ങോട്ട് വെളിപ്പെടുത്തി. അവിടുന്ന് ആമൻ ദൂതന്മാരെക്കാൾ, ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. യേശു ക്രിസ്തു ശ്രേഷ്ഠനാണ്. യേശു ക്രിസ്തു അപ്പനേക്കാൾ ശ്രേഷ്ഠനാണ്. യേശു ക്രിസ്തു മഹാപുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. യേശു ക്രിസ്തു മൽക്കീസേദെക്കിനേക്കാൾ ശ്രേഷ്ഠനാണ്. യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠനാണ്. യേശു ക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠനാണ്. ഓരോ അധ്യായത്തിലും യേശുവിൻ്റെ ശ്രേഷ്ഠത, യേശുവിൻ്റെ മഹിമ അങ്ങോട്ട് വെളിപ്പെടുത്തിയിരിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനാ. ഇതുപോലെ യോഗ്യതയുള്ള ശ്രേഷ്ഠനായ മഹിമയുള്ള മഹത്വമുള്ള ഉന്നതനാകുന്ന ഒരുവൻ വേറെ ഇല്ല. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ആ കർത്താവിനെ ആരാധിക്കുവാനും സേവിപ്പാനും സ്നേഹിപ്പാനും അവിടുത്തെ ഭജിക്കുവാൻ ലഭിച്ചതാണ് ഏറ്റവും വലിയ പദവി. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, ഉന്നതനാകുന്ന ക്രിസ്തു. പാടാൻ വയ്യെങ്കിലും ജോൺസനൊക്കെ ഉണ്ടല്ലോ, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യൻ ആരുമില്ല, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യൻ, അവനിൽ ശരണ വേണ്ടാരുമേ, ഒരു നാളും അലയാതെ മോദമായി മരുവിലും ശാന്തമായി, ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ, 10,000ങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും.
കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറിയനാകുന്ന യേശു ക്രിസ്തു. ഇതുപോലെ ശ്രേഷ്ഠനും യോഗ്യനും ഉന്നതനും മഹിമയുള്ളവനും മഹത്വമുള്ളവൻ വേറൊരുത്തൻ ഇല്ല. ഈ കർത്താവിനെ അറിയുന്നതും ആരാധിക്കുന്നതും സേവിക്കുന്നതുമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് മഹത്വം. അപ്പൊ ഓർപ്പിച്ചല്ലോ, ഓരോ അധ്യായത്തിലും യേശുവിന്റെ ശ്രേഷ്ഠത. എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പഠിക്കുമ്പോൾ ഇവര് യഹൂദമതം വിട്ടു വന്നവരാ കൂടുതൽ ആൾക്കാർ. യഹൂദൻ എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും ദൈവത്തിന്റെ സ്വന്തം ജനവും. ഇവർക്ക് വിശേഷതകൾ ഒത്തിരിയുണ്ട്. യഹൂദന് ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താ. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്ന് ഈ ജനത ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. അതിന്റെ പുറകോട്ട് പോയ പരുവക്കേടാ. അബ്രഹാം മുതലേ അവര് പറയുള്ളൂ. പുറകോട്ട് പോയാൽ പിന്നെ പരുവക്കേടാ. നമ്മളും ഒത്തിരി പുറകോട്ട് പോയാ മിണ്ടുന്നില്ല. യോ നിങ്ങൾ എന്തേലും പറ. ഞങ്ങള് വയലായിലെ മെയിൻ കുടുംബമാ. കളീക്കലയാ, കൊച്ചു കളീക്കലയാ. ഞങ്ങള് നെല്ലിമൂട്ടിലെയാ. മുതലാളി കുടുംബമാ. നല്ലത്. ഒത്തിരി പുറകോട്ട് പോകാതിരിക്കുന്നതാ. നിങ്ങൾ യഹൂദന്മാരെ ശ്രദ്ധിച്ച് അവരിപ്പോ തുടക്കം അബ്രഹാം മുതലേ തുടങ്ങുള്ളൂ, ഇല്ലേ? അത്ര തുടങ്ങുള്ളൂ. അതിന് പുറകോട്ട് എന്നാ പോകാത്തത്? പുറകോട്ട് ഒരു 20 തലമുറയുണ്ട്. കയറിയ പരുവക്കേടാ. എന്നെ സൂക്ഷിച്ചു നോക്കുന്നു. എന്നെ ഇങ്ങനെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. അധികം പുറകോട്ട് പോയാൽ ഒരു 10 തലമുറയൊക്കെ ചിലർ കാണാതെ പറയും. ചിലപ്പം സംശയമാ, അതിന്റെ പുറകോട്ട് പരുവക്കേടാ. പക്ഷേ യഹൂദ ജനത്തിന് വിശേഷതയുണ്ട്. എന്താ യഹൂദന്റെ വിശേഷത? റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. യഹൂദന്റെ വിശേഷതകൾ പെട്ടെന്ന് വായിച്ചോ. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. പിന്നെ അവർ ഇസ്രായേലിയർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. അപ്പോൾ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് മാത്രം, വേറെ ആർക്കും ഇല്ല. ഇതാ യഹൂദന്റെ ക്വാളിറ്റി. അടുത്തത്, പിതാക്കന്മാരും അവർക്ക് ഉള്ളവർ തന്നെ. അവരാ പിതാക്കന്മാരുടെ ദൈവമെന്ന് നമ്മൾ അങ്ങനെ കയറി വിളിക്കരുത്. ഇവിടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അല്ലെ പുള്ളി വരും. ഓ, പല ആൾക്കാരും വന്ന് ചോദിക്കും, ബേച്ചൻ എന്തിനാ വിളിച്ച എന്നാന്ന് ചോദിക്കും. അവിടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് വിറപ്പിച്ച് നീ പറഞ്ഞാൽ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ ഇവിടെ വരും. അതിനതൊക്കെ മിനക്കേടാകും. ഇപ്പം അത്ര പറയുന്നുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പം പിതാക്കന്മാരുടെ ദൈവമേനൊന്നും വിറപ്പിക്കണ്ട. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവവും കർത്താവുമായുള്ളവേ. രക്ഷ വ്യക്തിപരമാണ്. അപ്പോൾ പിതാക്കന്മാരും അവർക്കുള്ളത്. അടുത്തത്, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ. അപ്പൊ ശ്രദ്ധിക്കുക, യഹൂദന്റെ വിശേഷതയായത്. യഹൂദന് വിശേഷതയുണ്ട്. മാത്രമല്ല, യഹൂദന് കുഴപ്പടിയുണ്ട്. നമ്മുടെ കേരളത്തിലും ചില ആൾക്കാർ പറയും ഞങ്ങൾ യഹൂദന്മാരാന്ന്. ഒരാൾ പറഞ്ഞു ഇത് യഹൂദ രക്തമാണെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല. ഞങ്ങൾ പണ്ടൊരു യോഗത്തിനൊരു സഭയിൽ ചെന്നപ്പോൾ അവിടെ ഗസ്റ്റായിട്ടൊരു കർത്തൃദാസനും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പം അദ്ദേഹം ശ്രേഷ്ഠനായൊരു ദൈവനാസനായതുകൊണ്ട് ഞാൻ അവിടുത്തെ ശുശ്രൂഷകനോട് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല. അദ്ദേഹം എന്നേക്കാൾ സീനിയറും നന്നായിട്ട് വചനപരിജ്ഞാനമുള്ളയാളും വളരെ പ്രസിദ്ധനുമാണ്. അപ്പം ഞാൻ ശുശ്രൂഷകനോട് പറഞ്ഞു ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറയട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല, അനീഷ് പാസ്റ്റർ 2 വാക്ക് പറയുന്നത് കേൾക്കാനും ആൾക്കാർ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു എന്നാൽ ഞാനൊരു 5 മിനിറ്റ് എടുക്കാം, ബാക്കി മുഴുവൻ സമയം അദ്ദേഹത്തിന് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് 2 കാര്യം പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ആ കർത്തദാസനാ പിന്നീട് സംസാരിച്ച്. അപ്പം ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ സാക്ഷ്യത്തിന് ഉള്ള സമയത്തിൽ ആ ശുശ്രൂഷകൻ പറഞ്ഞു ഇന്ന് സാക്ഷ്യത്തിന് സമയമില്ല, 2 കർത്തദാസന്മാരെ നമുക്ക് കിട്ടിയിരിക്കുക. ഇവരെ എപ്പോഴും കിട്ടുന്നതല്ല, ഇന്ന് ഔചാരിതമായി കിട്ടി. അപ്പോൾ അവരിന്ന് കേൾക്കാം, നിങ്ങൾ അതുകൊണ്ട് അധികം സാക്ഷ്യമൊന്നും ഇന്ന് പറയരുതെന്ന് പറഞ്ഞ് വളരെ മാന്യമായൊരു സഭയാണ്. അപ്പം അതുകൊണ്ട് ആരും എഴുന്നേറ്റില്ല. എഴുന്നേൽക്കാതിൻ്റെ പോരെ അമ്മ ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റിച്ച് അമ്മ പറയുക ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ,
ഈ ആരാധനയ്ക്ക് സംബന്ധിപ്പാനിടയായി. ഞങ്ങൾ യഹൂദന്മാരാണ്. ഈ തള്ള എഴുന്നേറ്റ് പറയുക, ഞങ്ങൾ യഹൂദന്മാരാണ്. മാത്രമല്ല യഹൂദന്മാരാണെന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾ ബെന്യാമീൻ ഗോത്രക്കാരാ. അതിൻ്റെ മുഴുവൻ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന്. ഈ അടുത്ത കാലത്ത് നടന്ന കാര്യമാണ്. ആരും ഒന്നും വേണ്ടിയില്ല. ഞാൻ എഴുന്നേറ്റ് 2 വാക്ക് പറഞ്ഞു വെച്ചിരുന്നു. ഈ പിന്നാലെ വന്ന കർത്തദാസൻ പറഞ്ഞു, ദൈവം ചെയ്ത ഉപകാരം പറയാൻ, സാക്ഷി പറയാൻ നോക്കിയിട്ട് ആരുമില്ല. സങ്കടം തോന്നി. അപ്പോൾ ഒരമ്മ എഴുന്നേറ്റത്. അപ്പോൾ എനിക്ക് തോന്നി, ആട്ടെ ഈ അമ്മയ്ക്കെങ്കിലും ദൈവം ചെയ്ത ഉപകാരം പറയാൻ മനസ്സ് തോന്നിയല്ലോ എന്ന് അമ്മ എഴുന്നേറ്റ്. പക്ഷേ എഴുന്നേറ്റ് കേട്ടപ്പോൾ മനസ്സിലായി കാക്കാശിൻ്റെ ബോധമില്ലാത്തൊരു തള്ളയാണിത്. പിന്നെ അവരങ്ങ് പിണങ്ങി പോവുകയും ചെയ്തു. അവരെഴുന്നേറ്റ് പറയാം, ഞങ്ങൾ യഹൂദന്മാരാ, ബെന്യാമീൻ ഗോത്രക്കാരിയാ, സകല തെളിവും ബെടലത്തരമൊക്കെ വിളിച്ച് പറയുക. യഹൂദന് വിശേഷത ഒത്തിരിയുണ്ട്. അതാ മുമ്പ് റോമാലേഖനം 9:3 മുതൽ വായിച്ചു. യഹൂദന് കുഴപ്പടിയുണ്ട്. എന്തുവാ യഹൂദന്റെ കുഴപ്പം എന്നാ? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിച്ചേ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2:14. യഹൂദന്മാരാന്ന് പറയുന്നത് ഇതുകൂടെ കേട്ടോണം. സഹോദരന്മാരെ, യഹൂദയിൽ ക്രിസ്തുയേശുവിനുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. എങ്ങനുണ്ട്? യഹൂദനാന്ന് വീരസ്യമൊക്കെ പറയുന്ന യുവന്മാര് യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവന്മാരാ. പിന്നെ ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവര്, സുവിശേഷം പറയുന്നവരെ ഓടിച്ചു കളഞ്ഞവന്മാരാ. സത്യസുവിശേഷം ആര് പറയുന്നോ അവരെല്ലാം ഓടിച്ചവന്മാരാ യഹൂദന്മാർ. അടുത്തത് ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. യവന്മാര് ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരാ. പിന്നെ സകല മനുഷ്യർക്കും വിരോധികളും. സകല മനുഷ്യർക്കും ഇവന്മാര് വിരോധികളാ. അടുത്തത് ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാ. ഈ ഒരു ചെറിയ സൂക്കേട് പത്രോസിനും ഒക്കെ ഉണ്ടായിരുന്നു, ഇല്ലേ? മിണ്ടുന്നില്ല. ഉണ്ടായിരുന്നു. ജാതികള് രക്ഷിക്കപ്പെട്ടു വരുന്നതിനോട് അങ്ങനെ വലിയ താല്പര്യമില്ലായിരുന്നു. കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് ആള് വരുമ്പോ ഇയാൾ പോകുകയല്ലെന്ന് കർത്താവിനറിയാം. അതിനാ കർത്താവ് തുപ്പട്ടി ഇറക്കി കാണിച്ചു കൊടുത്തു. അവർ വരുന്നതിന് മുന്നേ തുപ്പട്ടി ഇറക്കി പത്രോസിന് കാണിച്ചു. അതുകൊണ്ട് പെന്തിക്കോസുകാരും ക്രിസ്ത്യാനികളെല്ലാം സകല എണ്ണത്തിനെ അറത്തങ്ങ് തിന്നുക. പത്രോസിനോട് പറഞ്ഞായിരുന്നല്ലോ, അറത്ത് ഉള്ള പന്നിയും പെരുമ്പാമ്പിനെയും ചേരയും പന്നിയലിയെയും. മിണ്ടുന്നില്ല ഒരെണ്ണം. കാരണം പത്രോസിനോട് പറഞ്ഞല്ലോ അറത്ത്. ഈ തിന്നുന്നതല്ലാതെ അപ്പുറത്തെ വീട്ടിൽ കയറി സുവിശേഷം പറയുന്നില്ല. പത്രോസിന് ഇത് കാണിച്ചു കൊടുത്തത് കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകാൻ വേണ്ടിയാ. നമ്മൾ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകുന്നില്ല, അങ്ങ് ഇത് മുഴുവൻ അറിഞ്ഞ് തിന്നുക. മിണ്ടുന്നില്ല ആരും. മിണ്ടുവൊന്നും വേണ്ട. കണ്ടം പൂച്ചയെ പോലും വെക്കാത്ത ആൾക്കാരുണ്ട്. ഒരുത്തനോട് പറഞ്ഞു, ഞാൻ കണ്ടം പൂച്ചയെ തട്ടുമെന്ന് പറഞ്ഞു. പട്ടിയെ തിന്നുന്നവരോട് പട്ടി. ഒരാൾ എന്നോട് പറഞ്ഞു, പട്ടിയുടെ ഇറച്ചിക്കാ ടേസ്റ്റ് എന്ന്. ആട്ടെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ജാതികൾ രക്ഷിക്കപ്പെടുന്നത് വിലക്കുന്നവരാ. പിന്നെ അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. അപ്പൊ ഇത് യഹൂദന്മാരുടെ കുഴപ്പടികളാണ്. നമുക്കതിനെ മറുഭാഗത്തേക്ക് വരാം. യഹൂദൻ ന്യായപ്രമാണം, പുത്രത്വം, വാക്തത്വം, ആരാധന, നിയമങ്ങളെല്ലാം അവർക്ക് പിതാക്കന്മാരും അവർക്ക് ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചു. അപ്പൊ യഹൂദ ജാതി യഹൂദ മതം വിട്ട് നസ്രായ മാർഗത്തിന്റെ പുറകെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ജാതിയിൽ അവര് ഉന്നതന്മാരാ. ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. യെരൂശലേം പള്ളി ഇവരുടേതാ. അത് 3 ഭാഗമായിട്ടൊക്കെ പണിത് വളരെ ദാടിമോടിയോടെ നിൽക്കുക. അമ്പരചുംബിയായ യെരൂശലേം ദേവാലയം മാത്രമല്ല,
ഇതിനകത്ത് കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ, നിരനിരയായി നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ, കൂറിന്റെ ക്രമത്തിൽ 24 കൂറ, അബിയാ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വരേണ്യന്മാർ, ഇവരെ എല്ലാം നിയന്ത്രിക്കുവാൻ മഹാപുരോഹിതൻ സ്ഥാനചിഹ്ന വേഷ വിഭൂഷിതനായി മഹാപുരോഹിതനുണ്ട്. ആണ്ടിലൊരിക്കൽ അകത്തോട്ട് കയറുകയും ഒരു പ്രത്യേക ആരാധനയും രീതികളും മാത്രമാണോ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ ദൈവാലയത്തോട് ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെയുള്ള യഹൂദനെ ജാതിയുടെ ശ്രേഷ്ഠത, യെരുശലേം പള്ളി, വിശേഷതകൾ ഒത്തിരി, ഇതെല്ലാം വിട്ടേച്ച് യേശുവിൻ്റെ പുറകെ വരിക എന്നുള്ളത് ചെറിയ കാര്യമില്ല. യേശുവിൻ്റെ പുറകെ വന്നാൽ പള്ളിയില്ല, വസ്തുവില്ല, കയറിക്കിടക്കാൻ ഇടവില്ല, യോഗം നടത്താൻ തലവില്ല, ഇരുന്ന് പ്രസംഗിക്കാനൊരു കസേരയും ടൂളുമില്ല, വല്ലവരുടെയും പടകിച്ചിരഞ്ഞോട്ട് നീക്കി ഞാനൊന്ന് ഇരിക്കട്ടെ എന്നാ പറഞ്ഞ് ഇരിക്കാനിടവില്ല, യോഗം കഴിഞ്ഞാൽ ചാപ്പാടില്ല. ചിലർ പിന്നെ ഭക്ഷണത്തിന് വിളിച്ചു, മിക്കപ്പോഴും വിശന്ന് കിടക്കുക ആണെന്ന്. ശിഷ്യന്മാരും വിശന്ന് കിടക്കുക. അതുകൊണ്ട് ആരാണ്ടര വയലിലിറങ്ങി കതിര് പറിച്ച് തിരുമ്മി തിന്നു. ചിമോൻ്റെ വീട്ടിൽ ചെന്നപ്പം വിശപ്പ് കൂടിയിട്ടായിരിക്കും കൈ കഴുകാതെ. അവർക്ക് വിശപ്പ് ശുശ്രൂഷയോടെ ബന്ധപ്പെട്ട നമ്മുടെ ആൾക്കാരും കല്യാണത്തിന് പോയി കൈ കഴുകാതെ ആദ്യം ഇരിക്കുന്നത്. അതെല്ലാം കഴിച്ചേച്ച പറഞ്ഞ് വെള്ളം എവിടാന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആദ്യം കയറിന്ന് കൈ കഴുകാതെ അങ്ങ് ഇരുന്നങ്ങ് പെരുക്കുക. പെരുക്കെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഒരു പരുവാകുമ്പം കൈ മുക്കി വെള്ളം എവിടാ ജോയിക്കുട്ടി, അതിലേ ഇറങ്ങി അങ്ങോട്ട്. അപ്പം അതിൻ്റെ അർത്ഥം വെള്ളം കൈ കഴുകിയേച്ചായിരുന്നെങ്കിൽ അറിയാറുന്നല്ലോ ഇന്നിടത്ത് ആ വെള്ളം വന്ന്. അപ്പം ആരേലും വെള്ളം എവിടാന്ന് ചോദിക്കുമ്പോൾ ഓർത്തോണം കൈ കഴുകാതാ മിണ്ടുന്നില്ല ആരും. ഇനി മിണ്ടിയിട്ടും വലിയ കാര്യമില്ല. അപ്പൊ ശിഷ്യന്മാര് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചപ്പോൾ പരീക്ഷന്മാരെഴുന്നേറ്റ്. അപ്പോൾ മിക്കപ്പോഴും വിശന്ന്, കർത്താവിനും വിശന്ന് അത്തിയെ നോക്കി. ജന്മസ്ഥലം വഴികം ബലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി, ജന്മസ്ഥലം വഴിയം ബലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി, വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തിൽ, അരകാശിനും മുതലില്ലാതെ തലയായി പാനും സ്ഥലമില്ലാതെ, അരകാശിനും അറിയാവുന്നൊരു ചേർന്ന് പാടും, തലയായി പാനും ഇല്ലാതെ യഹൂദന്മാർക്കും റോമാക്കാർക്കും പട്ടാളക്കാർ അല്ല തോർക്കും, യഹൂദന്മാർക്കും യഹൂദന്മാർക്കും റോമാക്കാർക്കും പട്ടാളക്കാർ അല്ലാത്തോർക്കോ ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ കുഞ്ഞാടുപോൽ നിന്നല്ലോ നീ, ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, തലചായ്ക്കാൻ ഇടമില്ല, കയറി കിടക്കാൻ ഇടമില്ല, കരം കൊടുക്കാൻ കാശില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, മിക്കപ്പോഴും വിശന്ന ഈ മാർഗക്കാരന്റെ കൂടെ യഹൂദജാതി ഇതെല്ലാം വിട്ടേച്ച് ഇറങ്ങിയത്. അപ്പൊ പ്രാരംഭത്തിൽ വളരെ തീക്ഷ്ണതയോടെ ഇവർ ഇറങ്ങി. എബ്രായ വിശ്വാസികൾ വളരെ തീക്ഷ്ണതയോടെ അവരുടെ
തീഷ്ണതയ്ക്ക് കുറിക്കുന്ന 2 വാക്യം വായിച്ചേ. 10-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യവും 6-ാം അധ്യായത്തിന്റെ 9 മുതലൊന്ന് വായിച്ചു. 10-ാം അധ്യായത്തിന്റെ 34 അണ്ട താഴത്തെ കണ്ണിക. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള 10-ന്റെ 32 എന്നാൽ നിങ്ങൾക്ക് എന്റെ നീതിമാൻ അല്ലല്ല 32 മുതലല്ലേ? അതെത്രയാ മോളെ? അത് തന്നെ പറഞ്ഞേ. എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി, അത് തന്നെ കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാല ഓർത്തുകൾ ഈ തടവുകാരോട് നിങ്ങളുടെ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോട് സഹിച്ചുവല്ലോ. മതി. അപ്പൊ ആരംഭ സമയത്ത് ഇങ്ങനെയൊക്കെ പോരാട്ടങ്ങളും നിന്ദകളും ഒക്കെ സഹിച്ച് നിന്നവരാ തീക്ഷ്ണതയോടെ. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ എന്ന് വായിച്ച് 6-ന്റെ 9 മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള. ഇപ്പൊ ഈ 2 വാക്യത്തിൽ ആരംഭകാലത്ത് ഇവര് തീക്ഷ്ണതയോടെ ഇറങ്ങിയവരാ. എല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല. സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ. പണ്ടൊക്കെ പെന്തിക്കോസിൽ ഒരു വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങിയാൽ അപ്പനും അമ്മയൊക്കെ വസ്തു പാകോണം പിടി ചെയ്താലും കൊടുക്കുകയല്ല. അതിന് അവൻ പെന്തിക്കോസിലാണ് കൊടുക്കണ്ടെന്ന് പറയും. ഇന്ന് പെന്തിക്കോസുകാർക്ക് കൊടുത്തില്ലെങ്കിൽ ആദ്യം അപ്പനെ തട്ടും. മിണ്ടുന്നില്ല അല്ലെ വെണ്ടറ നല്ല ശരിയാ. അയ്യോ ഇപ്പോഴും വസ്തുവിന് വേണ്ടി കേസും കോടതിയും മഴക്കും ഒക്കെ പെന്തിക്കോസുകാരുണ്ട്. നമ്മളെല്ലാം സ്വർഗത്തിൽ പോകാനിരിക്കുക. 1 സെന്റ് സ്ഥലത്തിന് അടിയുണ്ടാക്കി സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാത്തവര്, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തവര്. ചെല്ലി പറയുന്നത് കേട്ടില്ലേ? അനിയനാ കൊടുത്തത്, അവനങ്ങോട്ട് നോക്കട്ടെ ഇല്ലേ പറയുന്നവരില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതുങ്ങളെല്ലാം പാവത്തങ്ങളാ, ഒന്നും അറിയാൻ മേല. സ്വന്തം ചേട്ടാനിയന്മാർ തമ്മിൽ മിണ്ടുന്നല്ലോ വസ്തു. ചേട്ടൻ IPC, അനിയൻ ചർച്ചോക്കോട്, നടുക്കത്തെ അനിയൻ ചാരോനെ, മൂത്തവൻ അസംബ്ലീസ് കോഡ്, തള്ളയൊരെണ്ണം TPM-ലും. എല്ലാവരും സന്ധ്യയാകുമ്പോൾ പാട്ട് പാടുന്ന എന്നാന്നറിയോ? എൻ്റെ ദേശം ഇവിടെയല്ല. പകല് കിടന്ന് അടിയായിരുന്നു വസ്തുവിന്. സന്ധ്യയാകുമ്പം ഇവനെ എല്ലാം എന്നാ ചെയ്യണമെന്നാ. പക്ഷെ സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചു ആരംഭ സമയത്ത്. അങ്ങനെയൊക്കെ സഹിച്ച ദൈവമക്കളുണ്ട്. ഓഹരി കൊടുത്തില്ല, അവകാശം കൊടുത്തില്ല, പക്ഷെ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. സന്തോഷത്തോടെ അവരിറങ്ങിത്തിരിച്ചു. അവരെയൊക്കെ പിന്നത്തേതിൽ ദൈവം ഉയർത്തി. അങ്ങനെ അനുഭവമുള്ളവർ ചിലപ്പോൾ ഇതിനകത്ത് കാണും. നിനക്ക് ലഭിക്കേണ്ട ഓഹരികളും നന്മകളും തരാതെ തടഞ്ഞു വെക്കുകയും അത് മറ്റുള്ളവർക്ക് കൊടുത്തപ്പോൾ മൗനം ദീക്ഷിച്ച് പ്രാർത്ഥനയോടെ ഭക്തിയോടെ ആ എതിർക്കാതെ കൊടുക്കാതെ കയർക്കാതെ മുഴങ്കാലും വരുന്ന പ്രാർത്ഥിച്ച ദൈവമക്കളുണ്ട്. അവരെ ആരെയും ദൈവം മറന്നില്ല. അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അവിടുത്തെ വരവ് താമസിച്ചാൽ നിന്റെയും നിന്റെ സന്തതിയെയും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചു. ആരംഭ സമയത്ത് വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിന് തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം. അങ്ങനെയൊക്കെയുള്ള പെന്തിക്കോസുകാരുണ്ട്. ഈ പണ്ട് ആരംഭ സമയത്തൊക്കെ എനിക്ക് ഒത്തിരി അനുഭവമില്ല, നിങ്ങൾ അനുഭവസ്ഥരുണ്ട്. പണ്ടൊക്കെ പെന്തിക്കോസുകാർ ഞായറാഴ്ച കറവയുള്ള വീട്ടിൽ നിന്ന് സൊസൈറ്റി കൊടുക്കുകയല്ല, പാല് പെയ്ത്തോമിലാണ് കൊണ്ടുവരുന്നത്. പെയ്ത്തോമിലെ മദർ ഒരു വലിയ അണ്ടാവ് അവിടെ വെച്ചിട്ടുണ്ട്. കൊണ്ടുവരുന്നവനെല്ലാം ഇന്നത്തെ മദറാന്ന് അണ്ടാവ് നിറഞ്ഞു കഴിയുമ്പോൾ എടുത്ത് അകത്ത് കൊണ്ടുപോകും. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കാത്ത മദറും മദർ കുറേ കാച്ചി കുറച്ച് ഒഴിച്ച് കുറച്ച് മദർ ഫ്രിഡ്ജിനകത്ത് ബാക്കി കയറ്റി. അങ്ങനത്തെ മദറുമാരും മിണ്ടുന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല. എന്നാൽ പഴയ മദർമാരും അങ്ങനെ ആ പാലെടുത്ത് കാച്ചി പ്രായമുള്ള ഒരു സഭയിലുള്ളവരുണ്ട്, കൊച്ചുങ്ങളുണ്ട്, അവർക്കൊക്കെ കൊടുക്കുകയും അത്യാവശ്യം അവർ ഉപയോഗിക്കുകയും. പഴയ പെന്തിക്കോസുകാരും അങ്ങനെ ഞായറാഴ്ച ആ പാല് കൊടുക്കുക, അല്ലാതെ പെയ്ത്തോമിലാണ് കൊണ്ടുവരുന്നത്.
10 ചേനയോ 10 കാച്ചിലിൻ്റെ മൂടോ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് പെയ്ത്തോമിക്കുണ്ട് ഇല്ലേ? പറ നല്ല ഏത്തക്കൊല പാവൽ കടിച്ചതൊന്നുമല്ല ഏറ്റവും നല്ലത്. ഇന്നിപ്പോൾ സഭയെ കൊണ്ടുവരാനും ഒക്കത്തില്ല. കൊണ്ടുവന്ന ഉടനെ 2 വിദ്വാന്മാർ ലേലം വിളിയാ. ഏത്തക്കൊല ഒരു തരം, നീ എല്ലാം ഒരു തരവാ. വിളിക്കുന്നവന് ഒരു തരവാ, മറ്റവൻ അതിനപ്പുറത്ത്. അച്ഛാ എൻ്റെ മുഖം തെളിയുന്നില്ലല്ലോ. എല്ലാം നിന്ന് ലേലം വിളിയാ. ലേലം വിളിക്കുന്നതാണ് ഇപ്പോൾ ആൾക്കാർ കൊണ്ടുപോകുന്നുമില്ല. അവരും ചിന്തിക്കുന്നത് പാസ്റ്റർക്കോ പെയ്ത്തോമിലൊന്നും ഗുണമാകുകയല്ല. ഇവന്മാർ ലേലം വിളിച്ച് സഭയ്ക്ക് ഫണ്ട് എന്തുവാ ഫണ്ട്? എടാ, പാവം പിടിച്ച ദൈവമക്കൾ അവർക്ക് ലഭിക്കുന്ന കൃഷിഫലത്തിൻ്റെ ഒരു ഓഹരി കൊണ്ടുവന്നാൽ അത് ലേലം വിളിക്കരുത്. നിനക്ക് ഗുണം വരികയില്ല. വിളിക്കുന്ന നിനക്കും ഗുണം വരികയില്ല, മേടിച്ചുകൊണ്ട് പോകുന്നു നിനക്കും. പാസ്റ്റർ ഒരു കൊല മൊത്തം തിന്നുകയില്ലെന്നാ? അയാൾ തിന്നുകയോ പുഴുങ്ങുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. എന്നെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നത്. സഭയ്ക്ക് ഫണ്ടുണ്ടാക്കുക, അങ്ങനെയാണോ ഫണ്ടുണ്ടാക്കുന്നത്? അവിടെ ഞാൻ ആ ഭാഗം അങ്ങ് വിടുക, വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നതെന്ന് ഓർത്താ. അതുകൊണ്ട് അങ്ങനെ വല്ല ലേലം വിളിയുണ്ട് ഇന്നും കൊണ്ടങ്ങ് നിർത്തണം. അത് പെയ്ത്തോമല്ലിരിക്കട്ടെ, പ്രാർത്ഥിച്ചതങ്ങൾ എടുക്കട്ടെ. നിന്റെ ഗർഭഫലത്തെയും കൃഷിഫലത്തെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. അവർക്കത് മൊത്തം ഒക്കത്തില്ലെങ്കിൽ അവൻ ആർക്കെങ്കിലും കൊടുക്കും. ഇല്ലാത്ത വിശ്വാസികളുണ്ടല്ലോ, അവർ വരുമ്പോൾ അവർക്ക് അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. എനിക്കറിയാം ഒരു കർത്തൃദാസി, ഞാനിവിടെ അവിടെ നിൽക്കുമ്പോഴാണ് ഞായറാഴ്ച കുറേയേറെ അരി കിട്ടിയപ്പോൾ സഭയിലൊരു പ്രായമുള്ള അമ്മയുണ്ട്. അവരെ വിളിച്ച് വെച്ച് അരി കൊടുത്ത് വിടുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അങ്ങനെയുള്ളവരും ഉണ്ട്. നീ അത് കയറി ലേലം വിളിക്കരുത്. പാവം പിടിച്ച തള്ള 3 മുട്ട കൊണ്ടുവന്ന് ഇരുന്ന് മുട്ട നീ ഇട്ട മുട്ടയാണോ? അത് കോഴിയിട്ട മുട്ടയല്ലേ? മുട്ട ഒരു തരം, മുട്ട എടുത്ത് നിന്നെയാണ് എറിയണ്ടേ? 2 മുട്ടയ്ക്ക് ലേലം വിളിയാ. അപ്പോൾ പാസ്റ്റർക്ക് കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ട് മുട്ട പാസ്റ്റക്കൊക്കെ അല്ലേ പാസ്റ്റർ പിള്ളേർ കാണാം, നിങ്ങൾ കഴിക്കും. ഇല്ലേ ആരെങ്കിലും വരുമ്പോൾ നീ തന്നെ അല്ലേ നിനക്ക് വെളുപ്പ് പിടിങ്ങി തരും. അവിടെ നമുക്ക് ആ വിഷയം പെടാം. ആരംഭ സമയത്ത് വിശുദ്ധന്മാരെ ഞാൻ പാസ്റ്റർമാർക്ക് ഗുണം വരുന്ന കാര്യമാണ് പറഞ്ഞത്. എന്നിട്ടും അതുങ്ങൾക്കൊരു സന്തോഷമില്ലേ? എന്നെ ചെയ്യാൻ നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യമാണ് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ അതുങ്ങളെങ്കിലും ഒരു ഉത്സാഹത്തോടെ ഇരിക്കണ്ടേ? അവരെന്നെ ഇങ്ങനെ കുറിച്ചു. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ആരംഭ സമയത്ത് ഇവര് കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുത്തവരാ, തീക്ഷണതയോടെ ദൈവത്തെ സേവിച്ചവരാ. എന്നാൽ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവര് ക്ഷീണിച്ചതിന് തെളിവ് 12 12 6 12. ക്ഷീണിച്ചതിന് തെളിവ് 6 12 ആദ്യമായി 6 12 ക്ഷീണിച്ചതിന് തെളിവ്. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി. അപ്പോൾ മന്ദത ക്ഷീണിച്ചതിന് തെളിവാ മന്ദത. ഇനി 12ന്റെ 12 വായിക്കാം. 12 തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവി. അപ്പോൾ കൈ തളർന്നു, കാല് കുഴഞ്ഞു. അതാ ക്ഷീണിച്ചെന്ന് പറഞ്ഞത്. ഇങ്ങനെ ക്ഷീണിച്ച് തളർന്നു പോയി. ക്ഷീണിച്ച് തളരാൻ കാര്യം എന്നാണെന്നറിയാമോ? ഇവർക്കൊരു ചിന്ത, വിട്ടുപോകുന്നത് അബദ്ധമായോ, ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ, വേണ്ടാന്ന് വെച്ചത് ഭോഷത്വമായോ, ആ പള്ളിയും പട്ടക്കാരെയും പൗരോഹിത്യവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളും ഇതെല്ലാം ഇട്ടേച്ച് ഉപേക്ഷിച്ച് വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമായോ, വിട്ടുപോയത് ഭോഷത്വമായോ എന്നൊരു ചിന്ത അകത്ത് കയറിയപ്പോൾ ക്ഷീണിച്ചു. ചിലര് പിന്മാറ്റത്തിലേക്ക് പോയി, ചിലര് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉറപ്പിക്കാൻ വേണ്ടി എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമല്ല, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഉപേക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥലത്താ ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ വിട്ടത് ഉപേക്ഷിച്ചതൊന്നും മണ്ടത്തരമല്ല. ഞാൻ വെന്തിക്കോസി വന്നിട്ട് 10-35 വർഷമായി. ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. ഇപ്പോഴും ഖേദമാണ്, നേരത്തെ വരാൻ ഒക്കാഞ്ഞതാ. ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. സ്തോത്രം. ഇപ്പോഴും സങ്കടം എന്നാന്ന് ചോദിച്ചാൽ ചെറുപ്പത്തിലേ വരാൻ ഒത്തില്ലല്ലോ എന്നാ. സൺഡേ സ്കൂളൊന്നും പഠിക്കാൻ ഒത്തില്ല. സങ്കടമാണ്. ഇതിനകത്ത് വന്നത് അബദ്ധമൊന്നുമല്ല. ഒരു കാര്യം കടത്തി പറയാം, സഹോദരന്മാരോട് മീശ പഠിച്ചു വന്ന നാണക്കേടൊന്നുമല്ല, അബദ്ധമൊന്നുമല്ല. അല്ല,
ആക്ഷേപമൊക്കെ കിട്ടും, നിന്നയൊക്കെ കിട്ടും, ഇതിനൊക്കെ പ്രതിഫലം ഉള്ളതാ. മീശ അടിക്കണമെന്ന് അങ്ങനെ വാക്യമൊന്നും അങ്ങനൊന്നുമില്ല. പക്ഷേ നല്ലതാ. എല്ലാത്തിൽ നിന്നും ഒരു വ്യത്യാസം. പുറമേ മാത്രമല്ല, അകമേ. കമ്മലുമാലിയ ഊരിയത് മണ്ടത്തരം ഒന്നുമല്ല. ഇടയ്ക്ക് തൂത്ത് വെച്ച് ഹല്ലേലൂയ അങ്ങനൊന്നും പറയരുത്. തൂത്തില്ലല്ലോ, നല്ല തടിപ്പുറത്തെ വെടി പോലെ നിന്നോണം. ഇതാവുന്ന അബദ്ധമല്ലെന്നേ. സ്തോത്രം. നീ ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത്, വിട്ടുപോകുന്നത് മണ്ടത്തരമല്ല. വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുക, അവൻ ഏറെ നല്ലത്, അതായത് ഇതിലെ പ്രതിപാദ്യ വിഷയം ഏറ്റവും ശ്രേഷ്ഠൻ നസറയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച് വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് നിലവിളക്കണ നടുവിൽ നെലിയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ, ധന്യനാകുന്ന ഏകാധിപതി, താൻ മാത്രം അമർത്തിയതുള്ളവൻ, ആരും കാണാത്തവൻ, കാണാൻ പറ്റാത്ത അദൃശ്യനാകുന്ന സർവജ്ഞനായ സർവശക്തനായ യേശു ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. ഓടിച്ച് ചില കാര്യം പറഞ്ഞ് അങ്ങ് നിർത്താം. ആ ഭാഗമെല്ലാം വിടുക. 3-4 വായിച്ചത്. അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചെല്ലു പറയും, വാക്യം വായിച്ചിട്ട് അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല, വേറെ കാര്യമൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, എന്നാലും അത് അങ്ങനെ. അതുകൊണ്ട് 1-2 കാര്യം പറയുക. 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. ഓടിച്ച് 1-2 കാര്യം പറയുക. ഏത് ഭവനം. അപ്പം അതിൻ്റെ അർത്ഥം പല ഭവനം ഉണ്ടെന്ന്, പല ഭവനങ്ങളുണ്ട്. അതുകൊണ്ട് കമ്പിവാചകം പോലെ ഒരു 4 ഭവനത്തെ പറ്റി പറഞ്ഞങ്ങ് നിർത്താം. 4 ഭവനം. അതിലെ 1-ാമത്തെ ഭവനം 9 എന്നാ പെട്ടെന്ന് പറയാം. എടുത്തോട്ടെ. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണമെന്ന. അപ്പൊ 4 ഭവനം ഒത്തിരി ഉണ്ട്. 4 ഭവനത്തെ പറ്റി ഇപ്പൊ അങ്ങ് ചിന്തിക്കാം. ഒന്ന്, ഈ ശരീരം ഒരു ഭവനമാണ്. ഞാൻ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്, ഈ ശരീരം ഒരു ഭവനമാണ്. ഒരു വാക്യം ഒന്ന് തെളിവിന് വായിച്ചോ. സഭാപ്രസംഗികളുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ പദം. 12:3 പെട്ടെന്ന്. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. മതി. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. വീട് താഴോട്ട് പഠിച്ചു വരുമ്പോൾ വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം ഇത് ഈ ശരീരമാകുന്ന ഭവനത്തെ പറ്റിയാ പരാമർശിക്കുന്നത്. അപ്പൊ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. അപ്പൊ ഈ ശരീരം ഒരു ഭവനമാണ്. ഈ ഭവനം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതാണ്. മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട് പൂജന കേജന വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് തദനന്തരം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സ്കൂളിൽ പണ്ട് പഠിച്ചത്, നമ്മളെ പഠിപ്പിച്ചത് കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നെന്നാണ്. പടമൊക്കെ കാണിച്ചാണ് നമ്മളെ പഠിപ്പിച്ചത്. ഒരു കൂനിക്കുരങ്ങ്, പിന്നെ ഒരു ഇച്ചിരി നിവർന്നൊരു കുരങ്ങ്, പിന്നെ ഒരു കുരങ്ങ്, പിന്നെ നിവർന്നത്, പിന്നെ ഇങ്ങനെ എന്നെ ഈ പരുവത്തിന് നമ്മൾ പോകുന്നതായിട്ട്. അപ്പൊ സ്കൂളിൽ പഠിച്ചതും പഠിപ്പിച്ചതെല്ലാം കുരങ്ങ് അങ്ങനെ. അതിനെന്തോ സിദ്ധാന്തം നമ്മളെ പരിണാമ സിദ്ധാന്തം അതാ, ഡാർവിൻ്റെ അല്ലേ. അപ്പോൾ കുരങ്ങ് രൂപാന്തരപ്പെട്ടു വന്നാ സ്കൂളിൽ പഠിപ്പിച്ചത്. അതവിടുത്തെ പടം പഠിച്ചേ വെക്കുള്ളൂ. എന്നാൽ ഈ പുസ്തകം പഠിപ്പിക്കുന്നതും അതങ്ങനെ തന്നെയാ. ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല, സ്വർഗത്തിലെ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. പിന്നെ ഞാൻ പറയാറുണ്ട്, ചിലയിടങ്ങളിൽ ചെന്ന് യോഗത്തിനൊക്കെ ഇരിക്കുമ്പോൾ ചിലരുടെ മുഖത്തോട്ട് നോക്കിയാൽ ഡാർവിൻ പറഞ്ഞതാ ശരിയെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അതിന് മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്, ഉൽപ്രേക്ഷ. അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിലാശങ്ക ഉൽപ്രേക്ഷാഖ്യലങ്കൃതി. സ്കൂളിൽ പഠിച്ചതാ. എനിക്കിവിടെ വന്നപ്പോൾ ചിലരുടെ മുഖത്ത് നോക്കിയൊരു ഉൽപ്രേക്ഷ ഉണ്ട്. അത് തന്നെയാണോ?
അതുകൊണ്ട് ഞാൻ പോകുന്നതിന് മുന്നേ എൻ്റെ ഉൾപ്രേക്ഷ പോകണം. ഇത് ദൈവം തമ്പുരാൻ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. മൂക്കിൽ ജീവശ്വാസം ഊതി. തനിയായിരിക്കുന്ന ആദമിന് തക്ക നുണ കൊടുക്കാൻ വേണ്ടി ദൈവം ആദമിന് ഗാഢത്തിന് വരുത്തി പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരികലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ച് വാമഭാഗത്ത് നിർത്തി. ആദാം ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ ഹവ്വായെ കണ്ടു. അന്തം വിട്ടുപോയെന്നാ. ഹവ്വായെ കണ്ട് അന്തം വിട്ടു. അത്രയ്ക്ക് സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നു. നമ്മളും ഇപ്പൊ കാണുമ്പോൾ അന്തം വിടാറുണ്ട്. അത് സൗന്ദര്യം കൊണ്ടല്ല, പേടിച്ച്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? രണ്ടുപേര് പറഞ്ഞോണ്ടിരിക്കുക, പൊക്ക മോളി വരുന്നുണ്ട്, പൊക്ക. പിന്നെ പറയും സ്തോത്രം, അവള് വരുന്നുണ്ട്, പൊക്കോ. ഫോൺ ചെയ്തോണ്ടിരിക്കുക, എന്തുകൊണ്ട് വിശേഷം? സന്തോഷം, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ, അവൾ ഇങ്ങോട്ട് വരുന്നു. അന്തം വിടുക. കാണുമ്പം എല്ലാവരുടെയും കാര്യമല്ല. ആരാ കണ്ണ് ചിമ്മി നോക്കിയപ്പോൾ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം നിൽക്കുക. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ: ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യയാം നാരീരത്നം തനിക്ക് മുമ്പിലായി നിൽക്കുന്നു. ശ്രുതി ഇടാമോ? ഉറങ്ങുക. തനിക്ക് മുന്നിലായി നിൽക്കുന്നു വിവാദത്തിൽ കനക്ക് നേർക്കായി കിഴക്കുതിച്ച പാന് പോലെ. അതല്ല, വേണ്ട. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിഭജനായി പ്രകാരം ആദമനുള്ളത്തിൽ ഉച്ചരിച്ചു: എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച! ഹന്ത മിന്നലീ ഭൂവിൽ പിണ്ടിതാകൃതിയായോ, ചന്ദ്രനെ വെടിഞ്ഞിങ് ചന്ദ്രിക വരാവതോ, സാന്ദ്ര സൗഭാഗ്യം! എന്തൊരു നവസൃഷ്ടി, പുത്തൻ സൃഷ്ടിയാ. വാനവ പരിചയിലെങ്ങാനുമാണോ വരിൽ ആനനാദികൾ കൽപ്പഭേദമോർത്ത് കണ്ടാൽ കേശഭംഗിയും. നല്ല മുടി, അല്ലാതെ തള്ള വട്ടം കണ്ടിച്ച് നടക്കുകയല്ലായിരുന്നു. അതാ വരേണ്ടത്. കേശഭംഗിയും. ചെറുടെ ശബ്ദം കുറച്ച്. കേശഭംഗിയും മുഖാംബുജത്തിലാചകൻ പോലെ കളിയാടുന്ന ജാതിയും പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വജപ്പെടും. അഞ്ചിതമായ ദന്തപ്രഭയും മുകുളവും പാടലാതരം മനോമോഹനാസികയും പേടമാനടിപണി തീടുന്ന മിഴികളും ഉല്ലസൽ കല്ലോലം പോലിളകും ചില്ലി യുഗം നല്ലൊരു ധാടിമത്തെ വെല്ലുന്ന ഖണ്ഡങ്ങളും. വിസ്തരിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ് ഈ ഹവ്വായെ കണ്ട ആദാം അത്ഭുതപ്പെട്ടു പോയി. കാരണം കേശഭംഗി, നല്ല മുടി, ഇഷ്ടംപോലെ മുടിയാ. അത് ടെമ്പോയി കച്ചി കൊണ്ടുപോകാൻ പോലൊന്നും അല്ല. അതൊക്കെ കെട്ടി ഒതുക്കി വൃത്തിയായിട്ട്. ചിലതൊക്കെ യോഗത്തിന് വരുന്ന കണ്ട മിണ്ടുന്നില്ല. പോട്ടെ. ചെല്ലിങ്ങനെ മുടിയെല്ലാം കൺവെൻഷന് പാടാൻ തന്നെ വരുന്നേ എല്ലാവരുമല്ല. ചിലർ ഇതെല്ലാം ഇങ്ങനെ പറത്തി രണ്ട് മുടി ഇതിലേക്കിട്ടിട്ട് ഒന്നും ശരിയല്ല. വേറെ പുസ്തകപ്രകാരം ശരിയല്ല. അങ്ങനെയുള്ള ഒരെണ്ണത്തിനെ വിളിക്കരുത്. എഴുന്നേക്കാനും വയ്യ. നിങ്ങൾ എല്ലാവരുടെയും കാര്യമല്ല. മുടിയെല്ലാം ഇങ്ങനെ പറത്തി ഏതാണ്ട് പറഞ്ഞു. നിങ്ങൾ ദൈവമക്കളുടെ സ്റ്റേജിൽ കേറ്റരുത്. അതിനാ കാരണം എന്നാ? കാരണം നിങ്ങളെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. സംഖ്യ 5. മുടിയെല്ലാം അടിച്ചിട്ട് നടക്കുന്നത്. മുടി അടിച്ചിടുന്നത് എന്തിനാന്നും, അടിച്ചിട്ടാൽ എന്നെ അതിന്റെ കാര്യം എന്നെന്ന് സംഖ്യ 5 പിന്നെ പോയി പഠിച്ചോ. ആത്മിക ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിന് പ്രമാണമുണ്ട്. ഇതങ്ങ് അടിച്ചു പറത്തിയിട്ടേച്ച് തലേ പോലെ വിടുകയല്ല. പിന്നെ 2 എണ്ണം ഇതിലേക്കൂട്ടിട്ട് അങ്ങ് ഭയങ്കര ചൂടൊക്കെ നല്ലതാ, സ്വരമൊക്കെ നല്ലതാ. പക്ഷേ ശുശ്രൂഷ, ഇത് ശുശ്രൂഷയാ. നമ്മുടെ പാട്ടുകാരെക്കാളൊക്കെ എത്രയോ നന്നായിട്ട് പാടുന്ന എത്രയോ ആൾക്കാരുണ്ട്.
ട്യൂണല്ല ഇവിടുത്തെ വിഷയം, സ്വരമാധുര്യമല്ല വിഷയം. പിന്നെ പാട്ടുകാരൊക്കെ പല സംഗതി അങ്ങനല്ലേ ജോൺസാ, ശ്രുതി ഒന്നും അല്ല വിഷയം, ഇത് പ്രമാണമാ വിഷയം. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, വെറുതെ എന്തിനാ അലോക്യം ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. ഇത് പ്രമാണമാ വിഷയം. നമുക്കിപ്പോൾ പ്രമാണമൊന്നും വിഷയമല്ലല്ലോ. ദൈവത്തിന് മഹത്വം. ഇച്ചിരി പിടിപ്പും കാശും ഉള്ളവൻ്റെ പിള്ളേരാ കാണിക്കുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. പാവപ്പെട്ടവൻ്റെ അന്നേരം അടിയന്തര കമ്മിറ്റി കൂടി ഉടനെ മുടക്കുക. നമുക്ക് ആ വിഷയം വിട്ടൊക്കെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്? ദൈവത്തിന് മഹത്വം. ആശാന് പഴിച്ച ഏത്തമില്ലല്ലോ. അപ്പോൾ കേശഭംഗി, പിന്നെ മുഖാംബുജത്തിൽ ആശുകൻ പോലെ കളിയാടുന്ന പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും അഞ്ചിതമായ ദന്തപ്രഭ. നല്ല പല്ലായിരുന്നു ഹൗവായുടെ, അല്ലാതെ മുടമ്പല്ലും ഒന്നുമല്ല എന്നെ പോലെ. എനിക്ക് മുടമ്പല്ല, ഹൗവായിക്ക് അങ്ങനെ നല്ല പല്ല, നല്ല മുല്ലമുട്ട് പോലെ. അല്ലാതെ അതിനകത്ത് കക്ക എല്ലാം വന്ന് അടിഞ്ഞ് പല്ലും തേക്കുകയല്ല, മഞ്ഞ കളറും. പണ്ടൊരാൾ പറഞ്ഞാൽ പല്ലൂടെ തേക്കാതിരിക്കായിരുന്നേ അതുകൂടെ അങ്ങ് അല്ലെന്ന്. വേറെ കേസാ, നിങ്ങൾ ഇവർ പിന്നെ പറഞ്ഞു തരും. അപ്പൊ ഒരു കാര്യം പറയാ, നല്ല മുല്ലുമുട്ട് പോലത്തെ പല്ല്, ദന്തപ്രഭയും പാടലാധരം, നല്ല ചുണ്ട, പാടലാധരം മനോമോഹനം, നാസികയും നല്ല തത്വച്ചുണ്ട് പോലത്തെ മൂക്ക്. അല്ല നിലന്തല്ലിക്ക് അടിച്ചു പരത്തി 2 തുള മാത്രമല്ല, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക്. ഹൗവായിക്ക് നല്ല നീണ്ട മൂക്കായിരുന്നെന്ന്. പാടലാധരം മനോമോഹനം നാസികയും പേടമാനാടി പണിതിയിടുന്ന മിഴികളും, മാൻ പോലും നാണിച്ചു പോകുന്നതൊക്കെ നല്ല കണ്ണ്, പേടമാനാടി പണിതിയിടുന്ന മിഴികളും, ഉല്ലസൽ കല്ലോലം പോൽ ഇളകും ചില്ലിയുഗം. ചില്ലിയുഗം എന്ന് പറഞ്ഞാൽ പുരികക്കൊടി, അത് കല്ലോലം പോലെ ഇളകുകയാണ്. കല്ലോലം വെള്ളത്തില, കാറ്റടിക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഇളകുന്നത് പോലെ ഹൗവായുടെ പിരികം ഇങ്ങനെ. അല്ലാതെ പിരികമെല്ലാം മടിച്ച് അതെല്ലാം പറിച്ച് കളഞ്ഞേച്ച് അങ്ങനെയുള്ള ഹൗവാമാർ നമ്മുടെ ഇടയിലും ഉണ്ടെന്ന്. പിരിവെല്ലാം മടിച്ച് പറഞ്ഞ് ഇവളിങ്ങനെ കിടക്കും, മറ്റവള് വന്നെല്ലാം പറഞ്ഞു. കൊരുന്ത്യാലേഖനത്തിലുണ്ട്, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തെന്ന. ഹൗവ അങ്ങനല്ല, നല്ല പിരികക്കൊടിയായിരുന്നെന്ന. ഉല്ലസൽ കല്ലോലം പോൽ ഇളകും ചില്ലിയുഗം, നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗണ്ഡങ്ങളും. ഗണ്ഡം കവിള്, ദാടിമം മാതളപ്പഴം. അപ്പൊ കവിയുടെ ഭാവനയാ, 2 മാതളപ്പഴം എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത് പോലെ നല്ല കവിള്. നമ്മുടെ കവിളല്ല, ഒട്ടി ഉള്ള വീടിയെല്ലാം വലിച്ച് പഴയ വട്ടുസോഡ ഇരിക്കുമ്പോല. അതിനിടയ്ക്ക് 2 അണപ്പല്ലും കൂടെ പോയി, തീർന്ന്. അതുപോലൊന്നും അല്ല ഹൗവായുടെ ആദാമിന്. ദൈവം സൃഷ്ടിച്ചതല്ലേ, ദൈവം സൃഷ്ടിച്ചത് കൊണ്ട് ഒരപാകതയുമില്ല. സങ്കീർത്തനക്കാരൻ പാടുക, നീ ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുകയാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ശരീരം ഒരു ഭവനമാ, ഇത് ദൈവം സൃഷ്ടിച്ചതാ. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. ശരീരം ഒരു ഭവനമാ. ഓടിച്ചു പറയുക, ഈ ശരീരമാകുന്ന ഭവനത്തെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും പാപകൃതികൾക്കും വേണ്ടി വിനിയോഗിക്കരുത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ താങ്കൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരം, ഇത് ദൈവം സൃഷ്ടിച്ചതാ. ഇത് ദൈവത്തിന്റെ കരുണയാ. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശരീരമാ. മദ്യത്തിന് ഏൽപ്പിക്കരുത്, മയക്കുമരുന്നിന് കൊടുക്കരുത്, ലഹരി പദാർത്ഥങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. ഇന്ന് രാത്രി ഈ ശരീരമാകുന്ന ഭവനം ദൈവത്തിന് സമർപ്പിക്കുക. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത് പവിത്രമായി കൊണ്ട് നടക്കണം. ആമേൻ. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ
ദൈവം നശിപ്പിക്കും. ഇതിനകത്ത് ഏച്ചുകെട്ടും വെച്ചുകെട്ടും ഒന്നും വേണ്ട. വൃത്തിയായിട്ട് കൊണ്ട് നടക്കണം. ശുചിത്വം അത്യാവശ്യമാണ്. ആവശ്യമില്ലാത്ത വെച്ചുകെട്ടൊന്നും ഇതിനകത്ത് പാടില്ല. കാരണം ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ. അതുകൊണ്ട് ഈ ശരീരം ഇവിടുന്ന് മാറ്റപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഒരു ദിവസം മരണം നിന്നെ വന്ന് പിടികൂടും. മരണത്തിൻ്റെ തണുത്തകരം വന്ന് നിന്നെ തപ്പും. അതുകൊണ്ട് ഒത്തിരി വെച്ചുകെട്ട് ഏച്ചുകെട്ട് ഒന്നും വേണ്ട. ഇത് വൃത്തിയായിട്ട് കൊണ്ട് നടക്കണം. താടിയുള്ളവരാണെങ്കിൽ കുറഞ്ഞ പക്ഷം ഞായറാഴ്ചയെങ്കിലും അത് ഒരു കത്രിക കൊണ്ട് വൃത്തിയാക്കി വെച്ച് വേണം സഭായത്തിന് വരാൻ. നിന്റെ കൂറ താടിയായിട്ട് ഞായറാഴ്ച വരരുത്. താടി വെക്കുകയാണെങ്കിൽ അത് ഞായറാഴ്ചയെങ്കിലും വൃത്തിയാക്കണം. ചിലതിൻ്റെ താടി കണ്ടാൽ വെള്ളം പോലും കുടിക്കാൻ. മീശ വെക്കാതിരിക്കുന്നതാണ് നല്ലത് പെന്തിക്കോസുകാർ, എൻ്റെ അഭിപ്രായമാ. പിന്നെ വെക്കുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷം ഞായറാഴ്ചയെങ്കിലും അത് അല്ല കർത്തൃമേശയ്ക്കകത്തിൻ്റെ മീശ എല്ലാം കൂടെ വീണ് പിന്നെ അവിടുത്തെ നിൽക്കുന്നതിന് അത് കുടിച്ചേ. ഇപ്പം പിന്നെ എല്ലാവർക്കും ഇല്ല ഈ കഷായം കൊടുക്കുന്ന പോലെ ആയതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ശ്രദ്ധിക്കണം. ഇതൊക്കെ മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കണം. ഇതുപോലൊന്നും വെട്ടണമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ യോഗ്യമായിരിക്കണം. പാടാൻ വരുന്നവരും പ്രസംഗിക്കാൻ വരുന്നവരും ഒക്കെ എല്ലാവരും ഒരാളുടെ കാര്യമല്ല. വൃത്തിയായിരിക്കണം, യോഗ്യമായിരിക്കണം. എന്നെ ദൈവവചനം പഠിപ്പിച്ചത് ഗുരുക്കന്മാരിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു എം വി ചാക്കോ സാറ്. അദ്ദേഹം കടന്നുപോയി. നല്ലൊരു കർത്തൃദാസൻ. ഞാൻ ഉടക്കാൻ പോകുകയല്ല. നല്ല കാര്യമാണെന്ന് തോന്നിയാൽ ഞാനത് ഉൾക്കൊള്ളും. അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം. ബൈബിൾ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മക്കളെ നിങ്ങൾ മുടി വെട്ടുമ്പത്തെ കൃതാവ് ഒത്തിരി ഇറക്കരുത്. ഈ ചെവി ഇത് കണ്ടോ, ഇങ്ങനെ ആയിരിക്കണം. ഞാൻ അന്ന് തുടങ്ങിയതാ. നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ മനസ്സിലായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കാലോ, ഒരു വിശുദ്ധൻ ഇറങ്ങിയിരിക്കുന്നു. നല്ല കാര്യമാണോ? അത് നല്ലതാ. ഞാൻ അന്ന് അത് അനുഷ്ഠിക്കാൻ തുടങ്ങി. കുഴപ്പമൊന്നും വന്നിട്ടില്ല. ചില പാസ്റ്റർമാരെ കണ്ടില്ല, വീതുളി പോലെ ആയിരിക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല. ഒരു പഴയ സഭയിൽ പ്രസംഗിക്കാൻ ചെന്നു. അന്ന് ഒരു ദൈവദാസൻ എനിക്കൊരു ഷർട്ട് തന്നു. അദ്ദേഹം അമേരിക്ക പോയിച്ച് വന്നപ്പോൾ തന്നതാ. ഒരു ആ കളറിൻ്റെ കളർ എനിക്ക് പറയാനറിയത്തില്ല. എന്തുവാണോ, വെള്ളയല്ല, ക്രീമും അല്ല, അതിൻ്റെ പേര് ഞാൻ കളറിന് അല്ലല്ല, ആഷ് കളർ. അണ്ട് അത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് വരും ആ സഹോദരൻ്റെ കളറിൻ്റെ. പക്ഷെ ഇത്ര ഇറക്കമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിട്ടുകൊണ്ടൊരു സഭയെ ശുശ്രൂഷയ്ക്ക് ചെന്നു. ശുശ്രൂഷ കഴിഞ്ഞപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം മുന്നിരുന്നൊരു അപ്പച്ചൻ, പ്രായമുള്ളൊരു അപ്പച്ചനാ. മുമ്പോട്ട് വന്ന് എല്ലാവരും കേൾക്കെ കൈ തന്നെ ചോദിഞ്ഞ എവിടാ വീട്, ഇന്നെടുത്താ. നല്ല പ്രസംഗമായിരുന്നു. ഇനിയും മാറണം. ഞാൻ പറഞ്ഞാട്ടെ, പിന്നെ ഇനിയും വരുമ്പം ഇത്രയും ഷർട്ട് ഇട്ടുകൊണ്ട് ഇവിടെ വന്ന് പ്രസംഗിച്ചേക്കരുത്. എല്ലാവരുടെയും കേക്കെ. ഞാനത് അംഗീകരിച്ചു. ഞാൻ പറഞ്ഞില്ല അപ്പച്ച അങ്ങനെ ഇനി വരത്തില്ല. അല്ല അയാളുടെ കൊങ്ങായിക്ക് പിടിക്കാനോ താനിത് പറയാൻ താൻ ആരാടോ. അന്ന് എനിക്ക് ആ സഭയിൽ നിന്ന് സ്വോത്ര കാഴ്ച തന്നു. ഞാൻ അതുമായിട്ട് അടൂര് വന്ന് വെള്ളത്തുണി മേടിച്ചു, ഷർട്ട് തയ്പ്പിച്ചു. ചില നാൾ കഴിഞ്ഞ് വീട്ടിൽ തന്നെ ആ സഭയിൽ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. ഞാൻ ഈ വെള്ള ഷർട്ട് തയ്ച്ചാൽ തന്നെ യോഗം കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ തന്നെ വന്ന് കൈ തന്ന് വലിയ സന്തോഷം. എന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, പുള്ളിക്കിന്ന് ഉച്ചയ്ക്ക് വീട്ടിലാ ഭക്ഷണം വന്ന് കൊണ്ടുപോവുക. ഈ അപ്പൻ ആരെ അങ്ങനെ കൊണ്ടുപോകുന്ന അപ്പനല്ല. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് അങ്ങ് പറയാം. വർഷങ്ങൾക്ക് മുമ്പാണ്, അന്നത്തെ കാലം. അപ്പോൾ പുള്ളി പറഞ്ഞു, കുഞ്ഞെ ഞാൻ പലരോടും ഇങ്ങനെ പറയാം, അവരാരും അംഗീകരിക്കത്തില്ല, അനുസരിക്കുകയല്ല. നീ ഇതനുസരിച്ചല്ലോ, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് ദോഷമൊന്നും വരികയല്ല. നീ കർത്താവിൻ്റെ വേലയിൽ വളർന്നു വരും. വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ തന്ന് അന്നത്തെ കാലത്ത് പൊതുവിൽ അങ്ങ് പറഞ്ഞേക്കാം, അന്നത്തെ കാലത്ത് പൈസയുടെ കണക്ക് പറഞ്ഞതല്ല, 5000 രൂപ തന്നു. അന്നത്തെ കാലത്ത്. ഇന്നത്തെ ഒരു 50,000-ൻ്റെ പകിട്ടല്ല. അപ്പം ഞാൻ പൈസയുടെ കണക്കല്ല പറഞ്ഞത്.
നല്ല കാര്യങ്ങള് നമുക്ക് ഉപദേശങ്ങൾ ഗുണീകരണത്തിനും ശുദ്ധീകരണത്തിനും ഉതകുന്നത് ആര് തന്നാലും നീ അനുസരിച്ചാൽ നിനക്കൊരു കുഴപ്പവും വരികയില്ല. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഒരു കാര്യം പറയും, ഒത്തിരി ഏച്ചുകെട്ടും വെച്ചുകെട്ടുമൊന്നും ഇതിൽ കൊടുക്കരുത്. ഇത് നിലനിൽക്കുന്നതല്ല, പുഴുപോലെ ക്ഷയിച്ചു പോകുന്നതാണ്. ഡംബോടുമാണീടും ധനാഢ്യർ സാധുക്കളായോരും എല്ലാരും അന്ത്യേ ഒരുപോൽ ഈ ലോകം, എല്ലാരും അന്ത്യേ ഒരുപോൽ ഈ ലോകം ഇല്ലാതെ വേണ്ടി ഈടും നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീയതു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഓടിച്ചവസാനിപ്പിക്കുക. ഒന്നാമത്തെ ഭവനം ഈ ശരീരമാകുന്ന ഭവനം. എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാ. പക്ഷെ ഒരു കാര്യം, ഈ ഭവനം നശിക്കും. ഇത് സ്ഥിരതയുള്ളതല്ല. അത് ഇവിടുന്ന് വിട്ടുപോകും. പോകുന്നതിന്റെ ലക്ഷണമുണ്ട്. ലക്ഷണമാണ് മുമ്പേ വായിച്ചേ ആ 3-ാം വാക്യം മുതൽ വായിച്ചേ. 12:3 മുതൽ ഓടിച്ചു വായിച്ചോ. 12:3 മുതൽ ഓടിച്ചു വായിര്. സഭാപ്രസംഗം 12:3 മുതൽ. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. പിന്നെ ബലവാന്മാർ കുനിയും. വീട്ടുകാവൽക്കാർ വിറയ്ക്കും പറഞ്ഞാൽ കൈയെല്ലാം വിറയ്ക്കുമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ വെട്ടുവാറവെന്നൊക്കെ പറയും. പ്രായമാകുമ്പോൾ അങ്ങനെ ഉണ്ടാകും. കാപ്പി ഒന്നും കൈ നിൽക്കുകയല്ല. പിന്നെ വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും. ബലവാന്മാർ കുനിയും. പിന്നെ അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. പല്ലൊന്നും അധികം കാണുകയില്ല. ഇപ്പൊ തന്നെ ചുരുക്കമാ ഉള്ളത്, വെപ്പുവാ. ഒരാൾ ശാസിച്ചപ്പോ പല്ല് ഒരു വരി താഴെ പോയി. വായിരേ. കിളിവാതിലുകൾ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. തിമിരമൊക്കെ വരുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ തെരുവിലെ കതവുകൾ അടയും. ചെവിക്കൊക്കെ അല്പം ബുദ്ധിമുട്ടൊക്കെ വരും. പിന്നെ അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. ആഹാരം കൊടുത്താൽ പെട്ടെന്ന് എഴുന്നേക്കല്ല, കഴിച്ചിരിക്കും. നമ്മള് കല്യാണത്തിന് പോയി കഴിക്കും പോലല്ല, പ്രായമുള്ളവരുടെ കാര്യമാണ്. നമ്മളൊരു നല്ല പെരുക്കുന്ന കാരണം ആദ്യം അവിടെ വെച്ചിരിക്കുന്ന മുഴുവൻ വെളിയിൽ നിന്നങ്ങ് കഴിക്കും. ഒരു 4-5 സൈസ് ജ്യൂസ് ഉണ്ട്, അത് മുഴുവൻ അങ്ങ് കുടിക്കും. എല്ലാത്തിനും ഷുഗറുമാണ്. എല്ലാത്തിനും ഷുഗർ. നിന്ന് കന്നുവെള്ളം കുടിക്കും പോലെ നിന്ന് കുടിക്കുക. പിന്നെ അകത്തോട്ട് കയറി കല്യാണ ശുശ്രൂഷയ്ക്ക് ആളില്ല. ഭക്ഷണത്തിന് ഇവിടെ ഭയങ്കര തള്ള. ഇന്നാളൊരു തള്ളയെ കണ്ട് തെളിയിച്ച് ലാസ്റ്റ് കുറേ എണ്ണം ബാഗിനകത്തോടെ ആപ്പിൾ ഓറഞ്ചും അല്ല ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, അവർക്ക് സിബിടാൻ മേല. ഇതെല്ലാം എടുത്ത് അകത്ത് വെച്ചിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, ഫ്രീ അല്ലേ. വായിരേ. ശബ്ദം മന്ദമാകും. പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ ഉണർന്നു പോകും. ഉറക്കമൊന്നുമില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ പാട്ടുകാരികളൊക്കെയും തളരുകയും ചെയ്യും. ശബ്ദത്തിന് പതർച്ചയൊക്കെ ഉണ്ടാകും. പതർച്ച വെള്ളി അടിക്കുമെന്ന് ചിലപ്പോഴത്തില്ല. മുഴുവൻ വെള്ളിയായിരുന്നെന്ന്. അതാ പോകാനുള്ള സമയമായി. അതാ വെള്ളി. അന്നവർ കയറ്റത്തെ പേടിക്കും. പിന്നെ വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസമൊക്കെ മന്ദഗതിയിലാകും. പിന്നെ വഴിയിൽ ഭീതിയുള്ളതായി തോന്നും. പിന്നെ ബദാം വൃക്ഷം പൂക്കും. ഇപ്പൊ പിന്നെ ആരുടെയൊക്കെ പൂത്തത് ആരുടെയൊക്കെ പൂക്കാത്തതൊന്നും അറിയാം. എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പൂക്കാത്തതാണെന്നും മിക്കതും പൂത്തതാ, പക്ഷേ പരുവത്തിന് ഇങ്ങനെ പൂക്കാത്തതായി വെച്ചോണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കട്ടെ. അടുത്തത് തുള്ളൻ ഇഴഞ്ഞു നടക്കും. രോദനക്കുരു വലിക്കാതെ വരും. വായിക്കാൻ നേരമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഓർത്തോണം, ഞാനും നിങ്ങൾ ഇവിടം വിട്ട് പോകാറായി. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളോട് പറയട്ടെ, മരണത്തിന്റെ തണുത്ത കരം വന്ന് തപ്പുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അങ്ങനെ ആയിരുന്നാ ഞാൻ ആദ്യം ചെയ്യാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക,
ഇന്ന് രാത്രി ഒരു കാര്യം പറയാ, അവൻ ഈ ശരീരമാകുന്ന ഭവനം ഇവിടുന്ന് പോകും. ഈ ശരീരമാകുന്ന ഭവനം മണ്ണോട് ചേരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ഇത് മണ്ണോട് ചേരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്ക്. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനം കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ നീ രക്ഷപ്പെടത്തില്ല. ഞങ്ങൾ പൗരോഹിത്യ കുടുംബത്തിലെയാ രക്ഷപ്പെടത്തില്ല. തോമാശ്രീയുടെ പാരമ്പര്യം രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. പ്രൈസ് ദ ലോർഡ്. ഓടിച്ച് അവസാനിപ്പിക്കാം. ദൈവത്തിന് മഹത്വം. ഒന്നാമത്തെ ഭവനം ഈ ശരീരമാകുന്ന ഭവനം. ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ടു വന്നതല്ല, ദൈവം സൃഷ്ടിച്ചതാ. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കാൻ. ഈ ഭവനം നിലനിൽക്കുന്നതല്ല, ഇതിവിടുന്ന് മാറ്റപ്പെടും. അതിന്റെ ലക്ഷണമായി ഇപ്പം വായിച്ചത്. ആ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുമ്പെങ്കിലും നീ യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കണം. ബാല്യത്തിലെ നുകം ചുമക്കുന്നത് പുരുഷന് നല്ലതാ. യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് സട്ടാവിനെ ഓർക്ക്. നിനക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ദിവസങ്ങൾ വരാൻ പോകുക. നിനക്ക് ആരോഗ്യമുള്ളപ്പോ, ഓജസ് ഉള്ളപ്പോ, അവൻ ബലമുള്ളപ്പോ ദൈവത്തെ മഹത്വപ്പെടുത്ത. ചികിമിനുക്കുക ഓമന്ന മുടികൾ വെള്ളയായി തീർന്നിടുമേ. ചികിമിനുക്കിയ ഓമന്ന മുടികൾ വെള്ളയായി തീർന്നിടുമേ. നിന്നുടെ മുഖം കൂടി അഴകല്ല പോയി നീ തപ്പി നടന്നിടുമേ. നിന്നുടെ മുഖം കൂടി അഴകല്ല പോയി നീ തപ്പി നടന്നിടുമേ. യൗവനക്കാരാ, നിന്നുടെ യൗവനം നാശത്തിലാകിടലേ. നിന്നുടെ യൗവനം നാശത്തിലാകാതെ രക്ഷകനെ ഏൽപ്പിക്കാം. ഇന്ന് രാത്രി ഒന്നാമത്തെ ഭവനം ഈ ശരീരമാകുന്ന ഭവനം, അത് ദൈവത്തെ മഹത്വപ്പെടുത്താനാ. രണ്ടാമത്തെ ഒരു ഭവനം, ഈ ശരീരമാകുന്ന ഭവനം ഈ ഭൂമിയിൽ മഞ്ഞും മഴയും ശീതവും ഉഷ്ണവും മറ്റ് ദോഷമേശാതെ ഈ ഭൂമിയിൽ മരണം വരെ കർത്താവിന്റെ വരവ് വരെ ജീവിക്കാൻ ഇതുപോലൊരു ഭവനം ആവശ്യമാണ്. അതാണ് 128 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ. വായിച്ചോ 128:3 അറിവുള്ള വാക്യമാണല്ലോ, എങ്കിലും ഒന്ന് വായിച്ചോ. വിസ്തരിക്കുന്നില്ല, പെട്ടെന്ന് നിർത്തുക. വായിച്ചേ 128:3. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്. അപ്പൊ ഈ വീടിനെ പറ്റിയാ പറയുന്നത്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്. അത് എല്ലാവർക്കും അറിയാമല്ലോ. ആരുടെ വീട്ടിലാണൊക്കെ തന്നെത്താൻ ശോധന ചെയ്യേ. നിന്റെ ഭാര്യ ആട്ടെ. അപ്പോൾ ഇതുപോലൊരു ഭവനം ആവശ്യമാണ്. മഞ്ഞും മഴയും ശീതവും ഉഷ്ണവും കാറ്റ്, അത് അവനവന്റെ സാഹചര്യം അനുസരിച്ചാണ് പണിയുന്നത്. സാഹചര്യം അനുസരിച്ചേ പണിയാ. അപ്പുറത്തുകാർ 2 നില വെച്ചെന്ന് പറഞ്ഞ് നീ വെക്കാനൊരുങ്ങരുത്. നിനക്ക് സാവകാശം ഉണ്ടേലേ വെക്കാവൂ. ഇത് ചുമ്മാ ഉള്ള ലോണെല്ലാം എടുത്തങ്ങ് പെണ്ണുങ്ങളാ കൂടുതലും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? അവർ വീട് വെച്ചത് കണ്ടോ? ചെല്ലുപറ നിങ്ങൾ ആണാന്നോ? പിന്നെ പുള്ളി ആണാന്ന് തെളിയിക്കാൻ തെളിയിക്കണ്ടേ ആണാന്ന്? ചൂതമ്മേ ഒരു കാര്യം പറയാം. നാട്ടിലൊരു ചൊല്ലുണ്ട്, കൂനറിഞ്ഞേ നെവരാവുള്ളൂ. നമ്മുടെ സാഹചര്യം അനുസരിച്ച് അവരത് കാണിക്കുന്നു, ഇവരിത് കാണിക്കുന്നു, അവരത് ചെയ്യുന്നു. അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ സാഹചര്യം അനുസരിച്ചേ കാര്യം ചെയ്യാവൂ. സ്തോത്രം. ചെല്ലങ്ങ് മുഴുവൻ ലോൺ എടുക്കുക, മുഴുവൻ ലോണാ. അത് വെളിയിൽ ഇറങ്ങാൻ മേല. ചെല്ലങ്ങ് എല്ലാവരോടും വായ്പ മേടിക്കും. ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും വായ്പ മേടിച്ച് മുടിഞ്ഞല്ലോ. ഇല്ലേ? ആരുടെ കാര്യമാണെന്നായിരിക്കും. അതൊക്കെ എനിക്കറിയാം. അതൊക്കെ എൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്തോളാം. മനസ്സിലായോ? തികയുന്നില്ലല്ലോ. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുപോലൊരു ഭവനം ആവശ്യമാണ്. ഇത് മണ്ണും ഇഷ്ടികയും കമ്പിയും മെറ്റലും സിമന്റും തത്തുല്യമായ മെറ്റീരിയൽ കൊണ്ട് പണിതതാ. പക്ഷെ ഇത് നിലനിൽക്കുന്നതല്ല. ഈ ഭവനത്തിൽ പാർത്ത് ജീവനൊടുങ്ങാനല്ല ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഈ ഭവനം നിലനിൽക്കുന്നതല്ല. ചിലക്ക് നല്ല വീടും ചുറ്റുപാടും വന്നു കഴിയുമ്പോൾ പിന്നെ ആരാധനയ്ക്ക് വരികയല്ല.
ഇല്ലാഞ്ഞ കാലത്ത് എല്ലാവരും ആരാധനിക്കും. അന്ന് ആനവായം വരിക, ചെറ്റപ്പര, ആനവായം വര. അപ്പനും അമ്മയും മക്കളും എല്ലാം യോഗത്തിന് ഇങ്ങ് വരുന്നു, രാവിലെ വരും. ഒരു ചെറ്റയെ അങ്ങോട്ട് ഇട്ടാച്ച് ഒരു ക്രോസ് കമ്പ് വെക്കും. ഇപ്പം അതല്ല. ഇപ്പം 1 പൂട്ടി 2 പൂട്ടി ഇടിച്ചു നോക്കി എന്നിട്ട് ഒരാൾ യോഗത്തിന് വരിക. അപ്പം നല്ല വീട് കിട്ടിയാലും കുഴപ്പമാ. ഒരു കാര്യം പറയുക, ഈ ഭവനവും കണ്ട് നീ ഞെളിയരുത്. ഇത് നിലനിൽക്കുന്നതല്ല. ലത്തൂരിലെ ഭൂകമ്പം, പലയിടങ്ങളിൽ ഭൂകമ്പം പപ്പടം പൊടിയും പോലാ പൊടിഞ്ഞത്. ഇത് നിലനിൽക്കുന്നതല്ല. അപ്പോൾ ഒന്ന് ഈ ശരീരം ഒരു ഭവനം, ആ ഭവനം മരണം വരെ കർത്താവിൻ്റെ വരവ് വരെ ജീവിക്കുവാൻ ഇതുപോലൊരു ഭവനം. ഈ 2 ഭവനത്തിൽ ജീവിച്ച് ഒടുങ്ങുകയല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. മൂന്നാമത്തെ ഒരു ഭവനമുണ്ട്. അതേതാണെന്നറിയാമോ? അവൻ ആ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ കർത്തദാസനെ. എഫേസ്യ ലേഖനം 2:14. അവൻ നമ്മുടെ കെട്ടിടം എന്നുള്ളത് അവരിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെ ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിത് വരുന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം ശത്രുത്വം 19-ാമത്തെ വാക്യം പറ്റി. ആകയാൽ നിങ്ങൾ ഇനിയും അന്യന്മാരും പരദേശികളുമല്ല വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാർ. മൂന്നാമത്തെ ഭവനം മറ്റൊന്നുമല്ല, ദൈവസഭയാകുന്ന ഭവനം. ഒന്നാമത്തെ ഭവനം ശരീരമാകുന്ന ഭവനം, രണ്ടാമത്തെ ഭവനം ഈ ശരീരമാകുന്ന ഭവനം മരണം വരെ ഈ ഭൂമിയിൽ പാർക്കാൻ ഇതുപോലൊരു ഭവനം. ഈ 2 ഭവനത്തിൽ ജീവിച്ച് ഒടുങ്ങുകയല്ല ദൈവത്തിൻ്റെ ഹിതം. മൂന്നാമത്തെ ഒരു ഭവനത്തിൽ എല്ലാവരും മരണം. ആ ഭവനം മറ്റൊന്നുമല്ല, ദൈവസഭയാകുന്ന ഭവനം. ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ 5 പൈസ മുടക്കണ്ട, 1 കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന ഇടത്ത് കേൾക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പറ, യേശുവേ ഞാനൊരു പാപിയാ, യേശുവേ എൻ്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചെന്ന് വിശ്വസിക്കുന്നു, യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് ഈ രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി ആ ഭവനത്തിലേക്ക് ചേർത്തോണ്ടിരിക്കുക. ദൈവസഭയാകുന്ന ഭവനം. ഇന്ന് രാത്രി അതിന് ചില മുഖാന്തരങ്ങൾ ഒരുങ്ങട്ടെ. ഈ 2 ഭവനത്തിൽ പാർത്ത് ജീവിതം ഒടുങ്ങാനല്ല, മൂന്നാമത്തെ ഭവനമാകുന്ന ദൈവസഭയിലേക്ക് വരണം. അതിനെന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. ഇന്ന് രാത്രി അനുതാപഹൃദയത്തോട് അവൻ പ്രാർത്ഥിച്ച്, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ യേശുവേ എന്നെ തള്ളിക്കളയരുത്, ഞാൻ അവിടുത്തെ മകളായി മകനായി തീരുവാൻ സമർപ്പിക്കുന്നു, എൻ്റെ ഉള്ളത്തിൽ വരണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ ഈ രാത്രി യേശു രക്ഷിക്കും. അവര് മൂന്നാമത്തെ ഭവനത്തിൽ അംഗമാകും. സമയം പോയത് കൊണ്ട് വിവരിക്കുന്നില്ല. 4-ാമത്തെ ഭവനം. ഈ 3 ഭവനത്തിൽ വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ചാൽ 4-ാമത്തെ ഒരു ഭവനം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞേച്ചു പോയത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. 4-ാമത്തെ നിത്യഭവനമാ. ആരും അപകരിക്കത്തില്ല, തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല, ഒരു ന്യൂനതയുമില്ല, അപാകതയുമില്ല. ആ ഭവനം ഒരുക്കാൻ നമ്മുടെ കർത്താവ് പോയിരിക്കുക. ഇനി എത്രയും പെട്ടെന്ന് അവിടുന്ന് തിരിച്ചു വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ നിത്യഭവനത്തിലെത്തുവാൻ എന്തോ ചെയ്യണം? ഒറ്റവാക്കി പറയാം. 1, മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. 3, അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവെന്ന സ്നാനം നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ആമേ കൂട്ടായ്മ ആചരിക്കണം, വേർപാട് പാലിക്കണം, തിരുമേശ കിടക്കണം, പ്രാർത്ഥനയിൽ പോരാടണം. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സോടെ ജീവിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് അവിടുത്തെ വരവിനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരെ ആ നിത്യഭവനത്തിലേക്ക് ചേർക്കുവാൻ യേശു വീണ്ടും വരും. എന്നെ കേൾക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകരുത്, എന്നെ കേൾക്കുന്ന ആരും നശിച്ചു പോകരുത്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ.